ഇത് അന്നമനട ഗ്രാമം. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ കൊടുങ്ങല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് അന്നമനട. കല്ലൂർ, തെക്കുംമുറി, ആലത്തൂർ എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്ന ഈ ഗ്രാമത്തിന്റെ വിസ്തീർണം 25.08 ചതുരശ്ര കിലോമീറ്ററാണ്. ഈ പഞ്ചായത്തിന്റെ വടക്ക് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തും കിഴക്ക് കൊരട്ടി ഗ്രാമപഞ്ചായത്തും തെക്ക് പാറക്കടവ് ഗ്രാമപഞ്ചായത്തും പടിഞ്ഞാറ് മാള ഗ്രാമപഞ്ചായത്തുമാണ്. തനി ഉൾനാടൻ ഗ്രാമങ്ങൾ തന്നെയാണ് ഇവിടെ മിക്കവാറും. '01 സെൻസസ് കണക്കനുസരിച്ച് 28,728 ആണ് ജനസംഖ്യ. ഇതിൽ 3,172 പേർ പട്ടികജാതി വിഭാഗത്തിൽ ഉള്ളവരാണ്. ജനകീയാസൂത്രണ പദ്ധതി 2013-14 ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പ്രോജക്റ്റാണ് എന്റെ ഗ്രാമം അന്നമനട എന്ന ഡോക്യുമെന്ററി ഫിലിം. അന്നമനടയുടെ ചരിത്രം, കല, സംസ്കാരം, വികസന നേട്ടങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ വിഷയങ്ങളാക്കി ചിത്രീകരിക്കുന്ന ഈ ഡോക്യുമെന്ററി ഗ്രാമപഞ്ചായത്തിന്റെ വിവരരേഖയായി സൂക്ഷിക്കുന്നു. അന്നമനടയിലെ അനർഗളമൊഴുകുന്ന അനുപമ തരളിത നാദവിസ്മയമേ. അന്നമനടയിലെ അനർഗളമൊഴുകുന്ന അനുപമ തരളിത നാദവിസ്മയമേ. പഞ്ചവാദ്യത്തിൻ താളം തിമിലയിൽ തൊട്ടുണർന്നു. മേളത്രയങ്ങൾ കൊട്ടിത്തിമിർത്തേ അന്നമനടയുടെ ഖ്യാതി പടർന്നേ. രാജ്യാന്തരങ്ങളിൽ പൂത്തുവിടർന്നേ വലം തലക്കൊട്ടി സുഖലയമുണർന്നേ. മാനത്തു താളലയമുതിർന്നേ, മാനത്തു താളലയമുതിർന്നേ. ഏഴര ഗ്രാമ സൗരഭ്യമേ, ഏഴര ഗ്രാമ സൗരഭ്യമേ. അന്നമനടയിലെ അനർഗളമൊഴുകുന്ന അനുപമ തരളിത നാദവിസ്മയമേ. അന്നമനടയിലെ അനർഗളമൊഴുകുന്ന അനുപമ തരളിത നാദവിസ്മയമേ.
അന്നമനടയിലുയർന്നു വാളൂർ കൂട്ടാല ചിറയുടെ അഴകിൽ പ്രകൃതി നൈർമല്യമൊരുക്കുന്നേ ശ്രാവണ പഞ്ചമി ഉണരുന്നേ അന്നം നൽകും നാടിൻ നടയേ അന്നമനടയേ നന്മതൻ നാടേ അന്നമനടയേ നന്മതൻ നാടേ ഏഴര ഗ്രാമ സൗരഭ്യമേ ഏഴര ഗ്രാമ സൗരഭ്യമേ അന്നമനടയിലെ അനർഗളമൊഴുകുന്ന അനുപമ തരളിത നാദവിസ്മയമേ അന്നമനടയിലെ അനർഗളമൊഴുകുന്ന അനുപമ തരളിത നാദവിസ്മയമേ അന്നമനട ജലാശയങ്ങളാൽ സമ്പുഷ്ടമായ ഭൂപ്രദേശമാണ്. അന്നമനടയെ ഹരിതാഭമാക്കുന്നത് ചാലക്കുടി പുഴയുടെ നെടുകെയുള്ള ഒഴുക്കാണ്. അയൽ പഞ്ചായത്തായ കാടുകുറ്റിയിൽ കാണുന്ന ആ ഓസ്ലോ തടാകം നമ്മുടെ ഇന്നത്തെ ചാലക്കുടി പുഴയുടെ ഗതിമാറ്റത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി ഇന്നും അവശേഷിക്കുകയാണ്. ലോകപ്രശസ്തമായ തടാകമാണ്. നിരവധി സംഘങ്ങൾ ഇപ്പോഴും വന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗതിമാറ്റമാണ് വാസ്തവത്തിൽ അന്നമനടയെ ഇന്നത്തെ രൂപത്തിൽ ആക്കി തീർക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത്. അതോടുകൂടിയിട്ടാണ് പുഴയുടെ ഗതി ഈ രീതിയിലേക്ക് വരികയും വിശാലമായ അന്നമനട മറ്റു പ്രദേശങ്ങളിലെ ജനജീവിതത്തെ കാര്യമായി സ്വാധീനിക്കുന്ന തരത്തിൽ ജലസമൃദ്ധി കൊണ്ടുവരികയും ആ ജലസമൃദ്ധിയുടെ നിദാനമായിട്ട് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഏറ്റവും സുഖകരമായ ഒരു ജീവിത സാഹചര്യം അന്നമനടയിൽ പൊതുവായിട്ടുണ്ടായിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് അന്നമനടയിലും സാമൂഹിക ജാതീയ വിപ്ലവങ്ങളുടെ അലയടികൾ ഉയർന്നിരുന്നു. കൊച്ചി തിരുവിതാംകൂറിന്റെ അതിരായിരുന്ന അന്നമനട കൊച്ചി പ്രദേശത്ത് അടൂർ ഫർക്കയിലായിരുന്നു. അന്ന് രാജാക്കന്മാരുടെ ഭരണകാലത്ത് 7.5 ഗ്രാമം എന്നായിരുന്നുവത്രേ അന്നമനടയെ അറിഞ്ഞിരുന്നത്. ഭൂപരിഷ്കരണ നിയമത്തിന് നിദാനമായ കാർഷിക സമരങ്ങളും അവയോടനുബന്ധിച്ച് പീഡനങ്ങളും അനുഭവിച്ചു പോന്ന നിരവധി പേർ ഇവിടെയുണ്ട്. അവരിൽ ഒരാളാണ് കുമ്പിടി സമരനായകനായ ശ്രീ VP അറുമുഖൻ. കുമ്പിടി സമരം എന്ന് പറഞ്ഞാൽ 80% ആളുകളും ജീവിച്ചിരുന്ന ഈ കൃഷിയുടെ അഡ്രസ്സിലാണ്, നെൽകൃഷി. കാർഷിക പരിഷ്കരണം വരുത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ളൊരു സമരമാണ് കുമ്പിടി. അങ്ങനെ ഒരുപാട് സമരങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മർദ്ദനമേറ്റിട്ടുണ്ട്, മർദ്ദനമേറ്റ് പലരും മരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് കേരളത്തിലെ കാർഷിക പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇതിൻ്റെയൊക്കെ പേരിൽ അന്ന് 12ഓളം കേസുകളുണ്ട്. ജമ്മികൾ കൊടുത്തത് പാട്ടനിലം ഒഴിവാക്കാൻ പറ്റാഞ്ഞിട്ട് ആ വൈരാഗ്യം കൊണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അവർ മാരകായുധങ്ങൾ കൊണ്ട് നടക്കുന്നവരാണെന്ന് പോലീസിലൊരു പെറ്റീഷൻ കൊടുത്താൽ ഉടനെ അറസ്റ്റ് ചെയ്യുക, മർദ്ദിക്കുക, ഇതൊക്കെ നടന്നിരുന്നൊരു കാലഘട്ടം. ആരും ചോദ്യം ചെയ്യാനൊന്നുമില്ല. EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നതോടുകൂടി ഈ കൃഷിഭൂമിയിൽ നിന്നുള്ള കേസുകളൊക്കെ പിൻവലിക്കാൻ കഴിഞ്ഞതൊക്കെ പിൻവലിച്ചു, കുറേയൊക്കെ വിസ്തരിച്ച് തള്ളി. അങ്ങനെ കേസിനോടുള്ള താല്പര്യം അവർക്കും കുറഞ്ഞു. അങ്ങനെയാണ് ആ കേസുകളൊക്കെ തീർന്നത്. അന്നമനടയ്ക്ക് ഈ പേര് വന്നതിന് കാരണമായ ചില വാമൊഴികൾ ഉണ്ട്. അത് അന്നമനടയെ പ്രമുഖമാക്കുന്ന ഈ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. അന്നമനട മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അന്നമനടയുടെ പേരിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അന്നം നൽകിയിരുന്ന നട എന്ന പേരിൽ, അതായത് അന്ന് ദേവാലയങ്ങളിലൊക്കെ അന്നദാനങ്ങൾ സർവ്വസാധാരണമായിരുന്ന ഒരു കാലമാണ്. അപ്പോൾ അക്കാലത്ത് അന്നം പതിവായി ചോറ് പൂജയുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ അന്നമനട എന്നൊരു പേര് ഉത്ഭവിച്ചു എന്നുള്ള ഒരു ഐതിഹ്യമാണ്.
പലരും പുറത്തുനിന്ന് വരുന്നവരൊക്കെ വളരെ വിഷമിച്ച് അത് കൃത്യമായി ഉച്ചരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു പേരായിട്ട് തോന്നുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ പ്രധാന കലാസാംസ്കാരിക വിനോദങ്ങളായിരുന്ന നാടകങ്ങൾ, ഗാനമേളകൾ, മറ്റ് കലാരൂപങ്ങൾ എന്നിവയ്ക്ക് ഏറെ പരിഗണന അന്നമനടക്കാർ കൊടുത്തിരുന്നു. അന്നമനട കലാസമിതി രൂപം കൊള്ളുന്നത് അങ്ങനെയാണ്. പ്രമുഖ ചലച്ചിത്ര നടൻ ശ്രീ മാള അരവിന്ദന്റെ കലാജീവിതത്തിന്റെ ബാല്യകാലങ്ങൾ ഈ സമിതിയിലൂടെ വളർന്നു വന്നതാണ്. കലാകാരനും സാംസ്കാരിക നായകനുമായ ശ്രീ പരമൻ അന്നമനട, ടി സി പ്രഭാകരൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അതുപോലെ എൻ്റെ ബ്രദർ ഇ കെ സുബ്രഹ്മണ്യൻ, ഒരു കസിൻ ബ്രദർ വി എൻ വേലായുധൻ, ഇവരുടെ 3 പേരുടെയും മനസ്സിൽ ഉദയം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് അന്നമനട കലാസമിതി. അതൊരു വീടിൻ്റെ ഉമ്മറത്തുള്ള വരാന്തയിൽ നിന്ന് ഉത്ഭവിച്ച് ആദ്യകാലങ്ങളിൽ അവിടെ നാടകങ്ങളെല്ലാം ആ വരാന്തയിൽ തന്നെ കർട്ടൻ എന്ന് പറയുന്ന അന്ന് വെറും സാരികളൊക്കെ കൂട്ടിക്കെട്ടി കർട്ടനുണ്ടാക്കി എടുക്കുന്ന ഒരു രീതിയാണ്. ഇന്നുള്ള ആധുനികമായ ഒരു കാര്യങ്ങളും അന്ന് നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ ആ കലാസമിതിയാണ് ശരിക്കും അന്നമനടയിൽ സാമൂഹ്യ ബന്ധം വരുന്ന ഒരു കലാപ്രസ്ഥാനമായിട്ട് രൂപപ്പെട്ട ആദ്യത്തെ പ്രസ്ഥാനം. ഈ കലാപ്രസ്ഥാനം ഒരു രാഷ്ട്രീയ സംഘടനയിൽ കൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ അവബോധത്തിൻ്റെ പ്രചോദനമായിക്കൊണ്ട് രൂപപ്പെട്ടൊരു സമിതിയാണ് കലാസമിതി. അന്ന് വളരെ നിഷേധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. എങ്കിലും ഈ നാടകത്തിന് വേണ്ടി ഒത്തുചേർന്നപ്പോൾ ഈ നാട്ടിലെ സർവ്വ മനുഷ്യരും ജാതി മത ഭേദമന്യേ ഈ കലാസമിതിയിൽ പങ്കെടുക്കുകയും പ്രവർത്തിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ അന്നമനടയുടെ കലാസംസ്കാരത്തിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സംഭവം. അന്നമനടയിൽ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമികരുടെ ആരാധനാ സംസ്കാരങ്ങളും മതദ്വേഷമില്ലാത്ത നന്മയും പരസ്പര ബഹുമാനവും ഗ്രാമീണ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നു. അന്നമനടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം, ഏറ്റവും പൂർവികം എന്ന് പറയാവുന്ന ആരാധനാലയം അന്നമനട മഹാദേവ ക്ഷേത്രമാണ്. അത് അവിടുത്തെ വിഗ്രഹം സ്വയംഭൂവാണ് എന്നൊരു വിശ്വാസം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും വിശ്വാസികൾ അങ്ങനെയാണ് വിശ്വസിച്ചു പോരുന്നത്. ഏതാണ്ട് ഒരു 400 കൊല്ലത്തിലപ്പുറം പഴക്കം ആ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് കണക്കാക്കിയിരുന്നത്. പഴയ കൊച്ചി രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് എന്നും ഈ രീതിയിൽ തന്നെ വിശ്വസിച്ചു പോരുന്നു. വലിയ ക്ഷേത്രമാണ്. ക്രിസ്തുമതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കാളൂറ്റി പഞ്ചായത്തിലാണ് കത്തോലിക്കാ സഭയുടെ വിശുദ്ധന്മാരായ സെൻറ്റ് സേവിയർ ആ സമ്പാളൂർ പള്ളിയിൽ വരികയും ആ പരിസരത്ത് വരികയും പള്ളി സ്ഥാപിക്കുകയും ചെയ്തതായിട്ട് ചരിത്രമുണ്ട്. അവിടെ നിന്നൊരു വലിയ ഗ്രന്ഥാലയം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എങ്കിലും ഈ അന്നമനട പഞ്ചായത്തിൽ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. മറിച്ച് ഇസ്ലാം മതം ഇവിടെ പ്രചാരത്തിൽ വരികയും വേണ്ടത്ര വിശ്വാസികളുണ്ടാകുകയും ചെയ്തപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചില മുസ്ലിം ദേവാലയങ്ങൾ പണി തീർക്കപ്പെട്ടു. അതിന്നിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ, അതും കാടൂറ്റി പഞ്ചായത്തിലാണെങ്കിൽ തന്നെയും പൂർവ്വകാലത്ത് അധികകാലത്ത് ഈ കല്ലൂർ എന്ന് പറയുന്നത് അന്നമനടയുടെ തന്നെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ കല്ലൂർ എന്ന് പറയുന്നത് കാടൂറ്റി പഞ്ചായത്തിൻ്റെ ഭാഗമാണെങ്കിലും റവന്യൂ സംവിധാനത്തിൽ നോക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ കാണുന്നത്. ദൈനംദിന ജീവിതവുമായി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ കല്ലൂർ അന്നമനടയുടെ ഭാഗമാണ്. അങ്ങനെ കല്ലൂര് മുസ്ലിം ദേവാലയം വരികയും അതിവിടുത്തെ താരതമ്യേന പഴക്കം ചെന്ന ഒരു ദേവാലയമായി തീരുകയും തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ വിശ്വാസത്തിന് വേണ്ടി അർപ്പണത്തിന് വേണ്ടി ഇവിടുന്ന് ക്രിസ്ത്യാനികൾ പൂവത്തുശ്ശേരിയിലേക്കും, അത് എറണാകുളം ജില്ലയിലാണ്, അതുപോലെ തന്നെ മാളയിലേക്കും അമ്പഴക്കാട്ടേക്ക് പോയിരുന്ന ക്രിസ്ത്യാനികൾക്ക് ഇവിടെ സ്വന്തം ദേവാലയങ്ങൾ വന്ന് ഇന്നിപ്പോൾ അന്നമനട പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ ദേവാലയങ്ങളുടെ എല്ലാ മതവിശ്വാസികളുടെയും ദേവാലയങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. അന്നമനട മേളങ്ങളുടെ ഗ്രാമമാണ്. പഞ്ചവാദ്യ കുലപതിമാരായ മേളത്രയങ്ങളുടെ ഈ ഗ്രാമം രാജ്യാന്തരങ്ങളിൽ അങ്ങനെ വിഖ്യാതമായി തീർന്നു. അന്നമനട എന്നുള്ള പേരിൽ ഒരു താളാത്മകതയുണ്ട് എന്നാണ് പറയുന്നത്. ഒരു അന്നമനട എന്ന് പറയുന്നത് താളത്തിൻ്റെ താളാത്മകതയുള്ളൊരു പേര് എന്ന് പറയുമ്പോൾ അന്നമനടയ്ക്ക് താളവുമായി അഭേദ്യമായൊരു ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ പഞ്ചവാദ്യ കുലപതിയായ അന്നമനട അച്യുതമാരാർ തൊട്ട് പീതാംബരമാരാർ, പരമേശ്വരമാരാർ അങ്ങനെ ശൃംഖല ഇവിടെ നിൽക്കുന്നത് അത്രയും അന്നമനട ത്രയം എന്ന് പറയുന്നത് മേളം. അപ്പോൾ ആ മേളത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പോലെ പേരുമായി ആ മേളത്തോടുള്ളൊരു ബന്ധം ഇന്ന് നിലനിൽക്കുകയാണ്.
അതിൻ്റെ അവസാനത്തെ ഇപ്പോൾ വരുന്ന കണ്ണി എന്ന് പറയുന്നത് മുരളീധരമാരാരാണ്. പുതിയ തലമുറയിൽ മുരളീധരമാരും എത്തിയിട്ടുണ്ട്. അന്നമനട ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുന്നത് 1953-ലാണ്. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ 1979 മുതൽ 1995 വരെയുള്ള 2 ഭരണസമിതിയുടെ കാലയളവിൽ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് ശ്രീ VK ജോസ് വെട്ടിയാടൻ. ജോസേട്ട 1979 ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അങ്ങ്. അത് കഴിഞ്ഞിട്ട് അത് 5 വർഷക്കാലമായിരുന്നു അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വീണ്ടും വന്നു, 4 കൊല്ലം. അപ്പോൾ ഈ ബ്രേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? സർക്കാർ തീരുമാനമായിരുന്നു. അപ്പം ഇലക്ഷൻ നടത്തിയില്ല. അന്ന് ഗ്രാമപഞ്ചായത്ത് കെട്ടിടം എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്? അവിടെ തന്നെ, ഇപ്പോൾ ഉള്ളിടത്ത് സ്ഥലത്ത് തന്നെയായിരുന്നു. അന്ന് നമ്മൾ ഏറ്റെടുത്തിരുന്ന പ്രധാന വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? പിന്നെ റോഡുകൾ, ഒരു ആയുർവേദ ആസ്പത്രി, പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം, വില്ലേജിന് 2 വില്ലേജ് ഓഫീസ് പുതുക്കി നന്നാക്കി, പിന്നെ റേഷൻ ഓഫീസ് അനുവദിച്ചു. 1995-2000 കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്ന അഡ്വക്കേറ്റ് ശ്രീ VV ജയരാമൻ സാർ, 1995 എന്ന് പറയുന്നത് ജനകീയാസൂത്രണ പദ്ധതിയുടെ തുടക്കമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ജനകീയ ആസൂത്രണം നടത്തുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തമാണ് വേണ്ടത്. അപ്പോൾ ജനപങ്കാളിത്തം നേടുന്നതിന് ഗ്രാമപഞ്ചായത്ത് കൈക്കൊണ്ടിട്ടുള്ള മാർഗങ്ങൾ അതൊന്ന് വിശദീകരിക്കാമോ? കേരളത്തിൻ്റെ ആധുനിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവസമ്പന്ന വികസന പ്രസ്ഥാനമാണ് ജനകീയ ആസൂത്രണം. അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം അത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടന്നെങ്കിലും പഞ്ചായത്തുകൾക്ക് അധികാരവും പണവും നൽകുക എന്ന ആശയം അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പ്രത്യേകിച്ച് ശ്രീ MS-ൻ്റെ നേതൃത്വത്തിൽ അന്ന് രൂപം കൊണ്ട ആശയങ്ങൾ അത് കേരളത്തിൽ നടപ്പാക്കാൻ പഞ്ചായത്തുകൾക്ക് 40% ഫണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത വിധം കേരളത്തിൽ മാറ്റിവെച്ചപ്പെടുന്നത്. അതിനെ നല്ല നിലയിൽ തന്നെയാണ് അന്നമനട പഞ്ചായത്തിലും നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. ശരാശരി 300 പേര് പങ്കെടുത്ത ഗ്രാമസഭകൾ, അത് ഏതാണ്ടൊരു 11 വാർഡുകളിലായി വലിയ 10,000-കണക്കിന് ആളുകളാണ് ഈ ഇതിൽ വന്നത്. കർമ്മസമിതികൾ, അതിൻ്റെ വികസന സെമിനാർ, ജനങ്ങളെ പങ്കെടുപ്പിച്ച് ജനങ്ങളിൽ തന്നെ നിഷ്പക്ഷവാദികളും പരിചയസമ്പന്നരുമായിട്ട് ആളുകളെ പങ്കെടുപ്പിച്ച് ഒക്കെ തന്നെ രാഷ്ട്രീയതീതമായിക്കൊണ്ടൊരു വലിയ നിരയെ സാംസ്കാരിക പ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, റിട്ടയർഡ് അധ്യാപകരുടെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നവരുടെ ഒക്കെ സാങ്കേതിക വിദഗ്ധന്മാരുടെയൊക്കെ സഹായത്തോടെ ഒരു വലിയ നിരയെ രൂപപ്പെടുത്തിയെടുക്കാൻ അന്ന് നമുക്ക് സാധിച്ചു. അന്നമനടയുടെ ഇന്ന് കാണുന്ന ഒരു ഭൗതിക പുരോഗതിയുടെ അടിത്തറ എന്ന് പറയാവുന്നത് ഒരു പക്ഷേ അന്നമനട ടൗണുമായി ബന്ധപ്പെട്ട് ഉള്ള പുളിക്കക്കടവ് പാലം തന്നെയാണ്. അത് എൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹം അത് ബഡ്ജറ്റിൽ, ആദ്യത്തെ ബഡ്ജറ്റിൽ 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞു.
അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സ്ഥലമേറ്റെടുക്കുക, അതുപോലെ തന്നെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചുമതല പഞ്ചായത്തിനായിരുന്നു. പുളിക്കകടവ് പാലം യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് അന്നമനടയുടെ വികസന സ്വപ്നങ്ങൾക്കൊരു മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഒരു മയിൽപ്പീലുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അന്നമനടയുടെ ഫെറി സർവീസ്. പരാജയപ്പെടുമെന്നും നടക്കില്ലെന്നും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്ന പദ്ധതി ഒരു വൻ വിജയമായി തീരുകയും പ്രതിവർഷം 5 ലക്ഷം പേർ കടന്നു പോകുന്ന ഒരു യാത്രാമാർഗ്ഗം വികസിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പാലം യാഥാർത്ഥ്യമായത്. ഇത്രയും പേർ കടന്നു പോകുന്ന ഒരു യാത്രാമാർഗമാണ് എന്ന കണക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിനും ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റിനും മുമ്പാകെ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ സാധിച്ചതുകൊണ്ട് കൂടിയാണ് ഈ പാലം കൊണ്ടുവരാൻ കഴിഞ്ഞത്. പഞ്ചായത്തിലെ കാർഷിക രംഗത്ത് ഒട്ടേറെ ഇറിഗേഷൻ, മാമ്പ്ര ചുറ്റും ഇറിഗേഷൻ പദ്ധതിയുടെ പൂർത്തീകരണം, അതേപോലെ തന്നെ നമ്മുടെ അനുബന്ധമായിട്ടുള്ള ചെറിയ ഇറിഗേഷൻ, പുറക്കുളം ഇറിഗേഷൻ പദ്ധതി, അതുപോലെ തട്ടാലുപുറം ഇറിഗേഷൻ പദ്ധതി, അതേപോലെ തന്നെ അപ്പുറത്തേക്ക് കടന്നാൽ നമ്മുടെ കാട്ടാന്തോട് ഇറിഗേഷൻ പദ്ധതി, കീഴൂർ ഇറിഗേഷൻ പദ്ധതി, അങ്ങനെ നിരവധി ചെറിയ ഒട്ടേറെ സ്കീമുകൾ സ്റ്റാർട്ട് ചെയ്യാനും അന്നമനടയിലെ വലിയ പാടശേഖരങ്ങൾ, നിരവധി കൃഷിഭൂമിയെ ഒക്കെ തന്നെ നല്ല നിലയിൽ കൊണ്ടുവരാനും ആവശ്യമായ നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ടായി. അന്നമനടയിൽ ശ്രദ്ധേയമായ മറ്റു സംഗതിയായിരുന്നു അന്നമനയുടെ ശിവരാത്രി മണപ്പുറം. 8 ഏക്കറോളം വരുന്ന അന്നമനടയിലെ ശിവരാത്രി മണപ്പുറം അത് മണലെടുത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി തീരത്തൊരു ആലുവയിൽ നിന്ന് നമ്മൾ പെരിയാറിൻ്റെ തീരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഇങ്ങേയറ്റം വരെ എത്തുമ്പോഴും ഒരു പുഴയുടെ തീരത്രയും സ്ഥലമുള്ള ഒരു തീരം വരെയില്ല. അത് സംരക്ഷിക്കാൻ ആവശ്യമായി അന്ന് സൂചിപ്പിച്ച ശ്രീ വി കെ രാജൻ്റെ എല്ലാം സഹായത്തോടെ അനുവദിച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് ആ സ്ഥലം കെട്ടി സംരക്ഷിച്ചത് ഒരു ചരിത്ര സ്മാരകമായിട്ട് നിലകൊള്ളുകയാണ്. മണൽപ്പുറം, ശിവരാത്രി മണപ്പുറം. ആ ശിവരാത്രി മണപ്പുറത്താണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ എക്സിബിഷൻ, ചരിത്ര വൈജ്ഞാനിക പ്രദർശനം സംഘടിപ്പിച്ച് 17,000-ഓളം ആളുകൾ അന്ന് ആ പ്രദർശനം കാണാൻ ഇടയെത്തിയ സംഗതിയുണ്ട്. കേരളത്തിൽ ഹയർ സെക്കൻഡറി രംഗത്തേക്ക് +2 അനുവദിച്ചു തുടങ്ങിയ സമയത്ത് അന്നത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ അന്നമനട പഞ്ചായത്തിലെ 3 വിദ്യാലയങ്ങളിൽ, പ്രത്യേകിച്ച് മാമ്പ്രയിൽ ആദ്യം, പാലശ്ശേരിയിൽ, പിന്നീട് മേനടൂരിൻ്റെ സർക്കാർ സ്കൂളിൽ, ഈ 3 വിദ്യാലയങ്ങളിലും ശാന്തമായ ജാഗ്രതയോടെ അന്നമനടയുടെ വികസനത്തിന് അടിത്തറയിട്ടതാണ് ഈ 10,000-കണക്കായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളായി അന്നമനടയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു സംഗതി. അംഗൻവാടികൾ മെച്ചപ്പെടുത്തുക, അംഗൻവാടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരം കൊടുക്കുക, അംഗൻവാടി ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുക, അംഗൻവാടി ടീച്ചർമാർക്ക് ഓണറേറിയം കൊടുക്കുക, അത്തരം ആശയങ്ങളെല്ലാം അന്ന് നടപ്പിലാക്കാൻ സാധിച്ചു. ഭവന പദ്ധതി രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം. ഏകദേശം 800-ഓളം വീടുകൾ അന്ന് നിർമ്മിക്കപ്പെട്ടു. ജനകീയാസൂത്രണത്തിൻ്റെ ഒരു വലിയ സംഭാവനകൾ തന്നെയായിരുന്നു മൈത്രി ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ മറ്റ് ഭവനത്തിൽ യോജിപ്പിച്ചുകൊണ്ട് പട്ടികജാതിക്കാരായ വിഭാഗങ്ങളുടെ മുഴുവൻ ആളുകൾക്കും വൈദ്യുതി, മുഴുവൻ വീടുകളിലും കക്കൂസ്, എല്ലാ കോളനികളിലേക്കും വൈദ്യുതി, ആ നിലയിലേക്ക് നമ്മുടെ ഒരു വികസന സങ്കല്പങ്ങളുടെ ഒരു പൊളിച്ചെഴുത്ത് കേരളത്തിലാകെ നടന്നു. അതിൻ്റെ പരിച്ഛേദനം നമ്മുടെ പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ നടക്കുകയുണ്ടായി. വെസ്റ്റ് കൊരട്ടി മേഖലയെ ബന്ധിപ്പിക്കുന്ന നടവരമ്പ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം അത് വലിയ പ്രതിസന്ധിയിലായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കി അവിടെ ബസ് സർവീസ് എല്ലാം നിർമ്മാണം ആരംഭിച്ച് ഇതെല്ലാം ഒരു സംഗതിയായിരുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ ഒരു അനക്സ് സെൻറ്റർ ആയി വികസിപ്പിക്കുന്ന വിധത്തിൽ രൂപകേന്ദ്രം ആക്കി ഒരു കൽപ്പിത സർവകലാശാലയായി മാറുന്ന കലാമണ്ഡലത്തിൻ്റെ ഒരു സെൻറ്റർ ആയി ഇതിനെ വികസിപ്പിക്കുന്ന വിധത്തിലേക്ക് അച്യുതമാരാർ മാധ്യമകലാ കേന്ദ്രം ആരംഭിച്ചത്. തുടക്കത്തിലെ എല്ലാ ബാലാഷ്ടത്തോടും കൂടെ ആരംഭിച്ച ആ വിദ്യാകലാ കേന്ദ്രം അത് അന്നത്തെ ഒരു വലിയ തുടക്കമായിരുന്നു. പിന്നെ അന്നമനട ബസ് സ്റ്റാൻഡിനും കളിസ്ഥലത്തിനും ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തിരുന്നു. പക്ഷേ ആ സ്ഥലം വികസിപ്പിച്ച് മണ്ണെല്ലാം നികത്തി അത് ബസ് സ്റ്റാൻഡിലുള്ള സാങ്ഷനെല്ലാം വാങ്ങിച്ചു വെച്ചതിൻ്റെ പ്രാഥമിക നടപടികളെല്ലാം അന്ന് ചെയ്ത് വെച്ചിരുന്നു. 2000 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു ശ്രീ PD ജോസ്. ഇപ്പോൾ ഈ കാലയളവിൽ ഗ്രാമപഞ്ചായത്തിൽ മെമ്പറാണ്. അതിന് മുമ്പ് ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ടോ? ഞാൻ 1988 ആദ്യമായി എൻ്റെ സ്വന്തം വാർഡിൽ മത്സരിച്ചു, ജയിച്ചു. ആ കാലഘട്ടം 7 വർഷമായിരുന്നു. 95 തുടങ്ങി 2000 വരെയുള്ള കാലഘട്ടം ഞാൻ വാളൂർ എരയാങ്കുടി പ്രദേശത്തെയാണ് പ്രതിനിധീകരിച്ചത്. പാർട്ടിയുടെ നിർബന്ധം കൊണ്ട് തന്നെ വെസ്റ്റ് കോട്ടിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. 2000 അവിടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി
വെസ്റ്റ് വോട്ടിൽ ജയിച്ചു. അന്നമേടക്കാരനായ അന്നമേടയുടെ തന്നെ സ്വന്തം എന്ന് പറയത്തക്ക രീതിയിലുള്ള MLA ശ്രീ ടി. രാധാകൃഷ്ണൻ മാള നിയോജകമണ്ഡലത്തിൻ്റെ MLA അന്നമേടക്കാരനാവുകയും ചെയ്യുക. പാർട്ടിയുടെ തന്നെ ഒരു ഘടന വെച്ചുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിനെ, എൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിനെ ഏറെ സഹായിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. സർക്കാർ തലത്തിലുള്ള ഒരുപാട് പിന്തുണയും സഹായവും ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നേരത്തെ ശ്രീ ജയരാമൻ്റെ കാലത്ത് തുടങ്ങി വെച്ച മറ്റേ ഫെറി സർവീസ് ഉണ്ടായിരുന്നു. ആ ഫെറി സർവീസ് നിർത്തേണ്ട ഒരു ഘട്ടം വന്നു. ഫെറി സർവീസ് നിർത്തേണ്ട ഘട്ടത്തിലെത്തിയാൽ ജനങ്ങളുടെ വലിയ പ്രക്ഷോഭം ഉണ്ടാവും. പക്ഷേ നമ്മൾ പുതുതായി വന്ന ആ മാസങ്ങളിൽ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ പുതുതായി സ്ഥലം ഏറ്റെടുത്ത് പഞ്ചായത്തിൻ്റെ അല്പം വടക്ക് മാറി സ്ഥലം എടുത്ത് റോഡ് പണി പൂർത്തീകരിച്ച് ഫെറി സംവിധാനം അവിടെ പുനഃസ്ഥാപിച്ചു. ബഹുമാനായ MLA ശ്രീ ടി. രാധാകൃഷ്ണൻ്റെ സഹായത്തോടെ ലീഡർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ 15 ലക്ഷം രൂപയാണ് ഇന്ന് കാണുന്ന സ്റ്റേഡിയത്തിൻ്റെ തുടക്കം. അതിനുശേഷം പിന്നീട് നമുക്ക് പണം കിട്ടുകയും ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലാണ് അത് ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ. അതോടൊപ്പം തന്നെ അന്നമനടയുടെ വികസനം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡിന് രൂപം കൊടുത്തത്. ബസ് സ്റ്റാൻഡിന് നമ്മൾ രൂപം കൊടുക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി സ്ഥലം നമുക്ക് ലഭ്യമായിരുന്നു. അതിന് ബസ് സ്റ്റാൻഡിനുള്ള നടപടി പൂർത്തിയായി. കുടുംബശ്രീകളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് തൊഴിൽ പരിശീലനം നടത്തുന്നതിനും പിന്നെ വ്യവസായ കേന്ദ്രമായി അതിനകത്ത് ഒരു 43ഓളം സെൻറ്റ് സ്ഥലം വാങ്ങി പട്ടികാതി മേഖലയ്ക്കും ജനറൽ വിഭാഗത്തിനും 2 നില കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ട്രെയിനിങ് കൊടുക്കാൻ കഴിയും. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലകൾക്ക് നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. വെണ്ണൂർ ICDP സെൻറ്റർ പുതുതായി സ്ഥലം കണ്ടെത്തി അവിടെ സ്ഥാപിച്ചു. പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചതോടുകൂടി നമുക്ക് ഒരുപാട് ട്രാഫിക് കൺജക്ഷനായി. അങ്ങനെ വന്നപ്പോഴാണ് പഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന വൺ വേ സംവിധാനം. 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ ആദ്യത്തെ 4 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ശ്രീമതി ബേബി പൗലോസ്. ആ കാലഘട്ടത്തിലെ പ്രധാന വികസന നയം എന്തായിരുന്നു? ഞങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിലെ വികസന നയം എന്ന് വെച്ചെന്നാൽ കാർഷിക മേഖല പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് അന്നമനട ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക പഞ്ചായത്താണ്. പ്രത്യേകിച്ച് പാടശേഖരങ്ങളും അതോടൊപ്പം തന്നെ അനുഗ്രഹീതമായ ചാലക്കുടി പുഴ ഞങ്ങളുടെ പഞ്ചായത്തിലൂടെ ഒഴുകുന്നതിനാൽ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തതിനാൽ ഒത്തിരിയേറെ ഇറിഗേഷൻ പ്രോജക്റ്റുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. 18ഓളം ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ട്. 300 ഏക്കറോളം എല്ലാം കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് ഞങ്ങൾ 1300 ഏക്കർ വരെ കൃഷി ചെയ്ത് തരിശ് മേഖലയും കൃഷി യോഗ്യമാക്കുന്നതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ കൺസെപ്റ്റ്. പശ്ചാത്തല മേഖലയുടെ വികസനം എങ്ങനെയാണ് നോക്കി കണ്ടത്? റോഡുകളാണ് കൂടുതലായിട്ട് വരുന്നത്. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല. പശ്ചാത്തല മേഖലയിൽ കുറച്ച് ഫണ്ട് അതിനകത്ത് വകയിരുത്താനായിട്ട് നമുക്ക് നോംസ് ഉള്ളൂ. പിന്നെ നമ്മൾ MP MLA മാർ അങ്ങനെയുള്ള ഗവൺമെൻറ് സോഴ്സ് ഉപയോഗിച്ചും PWD കൊണ്ട് ഏറ്റെടുപ്പിച്ചും ഒത്തിരിയേറെ റോഡുകൾ യോഗ്യമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം വൺ വേ സംവിധാനം ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ കാലഘട്ടത്തിലാണ് വൺ വേ സംവിധാനം കൊണ്ടുവന്നത്. അപ്പോൾ ടൗൺഷിപ്പിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ അന്നമനട മാറിക്കൊണ്ടിരിക്കുന്നത്. 2005 മുതൽ 2010 വരെയുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 4 വർഷക്കാലവും തുടർന്ന് 1 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണൻ. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കൈവരിച്ചിട്ടുള്ള നേതൃത്വം എന്തൊക്കെയായിരുന്നു? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഉൽപ്പാദന മേഖല തന്നെ എടുക്കാം. അത് ഞങ്ങൾ 17 മെമ്പർമാരാണ് ഞങ്ങളുടെ ഭരണസമിതിയിലുണ്ടായത്. അവരെല്ലാവരും തന്നെ കാർഷിക മേഖലയ്ക്ക് ഒരു പ്രചോദനമായി തീരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വ്യക്തിയുടെ നിലം പാട്ടത്തിനെടുത്തുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്തു. ആ കൃഷി ചെയ്ത് അങ്ങനെ ഞങ്ങൾ മാതൃകയാക്കി, മറ്റുള്ളവർക്കും കൂടെ മാതൃകയാക്കി എല്ലാ മെമ്പർമാരും കൂടെ കൃഷി ചെയ്ത് നെല്ല് കൺസ്യൂമർ ഫെഡിന് കൊടുക്കുകയും അങ്ങനെ വൈക്കോല് അത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും അങ്ങനെ അത്രത്തോളം ഞങ്ങൾ മാതൃകയായിക്കൊണ്ട് വന്ന ഒരു പഞ്ചായത്താണ്. വിദ്യാഭ്യാസ രംഗത്തെന്ന് പറയുന്നത് വിജയബേരി പദ്ധതി ഞങ്ങൾ വന്നതിന് ശേഷമാണ്. അതായത് ഞാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ വിജയബേരി പദ്ധതി ആരംഭിച്ചത്. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് വിദ്യാഭ്യാസ ചെയർമാനും അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് ഹക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനോട് തുടർച്ചയായിട്ട് വിജയബേരി പദ്ധതി ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ അത് തുടർന്നുകൊണ്ട് പോയി. അതുപോലെ തന്നെ അത് അന്നമനട പഞ്ചായത്തിന്
പഞ്ചായത്തിന് കീഴിലുള്ള ആ സ്കൂളുകൾക്ക് 100% വിജയത്തിലെത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അതുപോലെ പഠനവീട്, അത് ഞാനിരിക്കുന്ന സമയത്ത് തന്നെയാണ് കോളനികൾ, ലക്ഷംവീട് കോളനികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പഠനവീട് സംഘടിപ്പിച്ചു. SC കോളനികളിൽ താഴ്ന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി. അതായത് എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ അഭ്യസ്തവിദ്യരായ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചുകൊണ്ട് മറ്റു കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക. ഇപ്പോൾ ഹൈസ്കൂളിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക, അതായത് സൗജന്യ ട്യൂഷൻ. അതിൽ നിന്ന് അധ്യാപകർക്ക് നൽകുന്ന വേതനം അന്നമനട പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് അവർക്ക് വേതനം നൽകാനായിട്ട് ഫണ്ട് വെച്ചിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ട് ആ മേഖലയിലും ഞാനിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അത് തുടങ്ങിയത്. അങ്ങനെ SC വിഭാഗം, താഴ്ന്ന വിഭാഗക്കാർക്ക് അങ്ങനെ വിദ്യാഭ്യാസം നിലനിർത്തിക്കൊണ്ട് ഒരു മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു. അതുപോലെ കൗൺസിലിംഗ് നടത്തുകയും അഭിരുചി പരീക്ഷകളൊക്കെ അത് തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു. തികച്ചും ഒരു കാർഷിക ഗ്രാമം എന്ന നിലയിൽ കാർഷിക പ്രവർത്തനങ്ങളും കലയും അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗ്രാമപഞ്ചായത്ത് മറ്റൊരു പ്രദേശത്തിന് വ്യത്യസ്തമായി ജനങ്ങളുടെ ഏകോപനവും ജാതിക്കും മതത്തിനും അതീതമായ വലിയൊരു കൂട്ടായ്മയുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത്. അപ്പം അതുകൊണ്ട് തന്നെ അന്നമനടയുടെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ജനകീയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാർഷിക ഗ്രാമമായ അന്നമനടയിൽ കാർഷിക വളർച്ചയിൽ ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒട്ടനവധി ശ്രദ്ധേയങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിക്കുകയും ഏകദേശം 2000 ഏക്കറിലധികം ഉൽപാദന വളർച്ച ഉണ്ടാക്കിയെടുക്കുക, അതുവഴി 10 വർഷത്തിനിടയിൽ 10 ഇരട്ടി ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ നെൽകൃഷിയിൽ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. തരിശിരുന്ന ഓരോ പ്രദേശങ്ങളും കണ്ടെത്തി പാടശേഖര സമിതികളുടെയും അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രസ്ഥാനങ്ങളും കൃഷിഭവൻ്റെ തന്നെ ശക്തമായ ഒരു മേൽക്കൈയിലും ഇടപെട്ടതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിനകത്ത് വലിയൊരു മുന്നേറ്റം കാർഷിക രംഗത്തുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്നമനട പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന കൃഷി നെൽകൃഷിയാണ്. അതായത് ഏകദേശം ഒരു പഞ്ചായത്തിൻ്റെ 1/3 ഭാഗവും നെൽകൃഷിയായിരുന്നു ഏകദേശം ഒരു 20 വർഷം മുമ്പ് വരെ. അത് ചുരുങ്ങി 200 ഏക്കർ വരെ താഴ്ന്നുപോയ അവസ്ഥയിലാണ് പഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ ഇതിലേക്ക് ഒരു ഇടപെടൽ നടത്തിയത്. നമുക്ക് അതിൻ്റെ ആദ്യം മൂല കാരണങ്ങൾ എന്തൊക്കെയാണ് നെൽകൃഷി കുറയാനുള്ളത് എന്നുള്ളത് ആദ്യം ഒരു സർവേ നടത്തി നമ്മൾ പഠിച്ചു. അത് എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രശ്നം തൊഴിലാളികളുടെ അഭാവമാണ്. അത് നടീൽ രംഗത്തും അതുപോലെ തന്നെ കൊയ്യുന്ന സമയത്തും. അതുകൊണ്ട് അതിലേക്ക് വേണ്ടി നമ്മൾ ഏകദേശം ഒരു 40 ലക്ഷം രൂപ ചിലവ് വരുന്ന കൊയ്ത്തുമതി യന്ത്രവും നടീൽ യന്ത്രവും അതോടൊപ്പം തന്നെ ട്രാക്ടർ, ടില്ലർ തുടങ്ങിയ മറ്റു യന്ത്രോപകരണങ്ങൾ നെൽകൃഷി രംഗത്ത് വാങ്ങി കർഷകർക്ക് നൽകി പാടശേഖര സമിതികളെ ഒന്നും കൂടി പുനരുജ്ജീവിപ്പിച്ചു. പഞ്ചായത്ത് തലത്തിൽ എല്ലാ പാടശേഖര സമിതികളെയും കൂട്ടി പഞ്ചായത്ത് തലത്തിലൊരു അപ്പെക്സ് കമ്മിറ്റി ഉണ്ടാക്കി വളരെ ആസൂത്രിതമായി ഈ രംഗത്തേക്ക് പഞ്ചായത്ത് കടന്നു വന്നു. നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷിയും വാഴക്കൃഷിയും പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തു വരുന്നു. അതും കൂടുതലും പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പദ്ധതികൾ, വാഴക്കൃഷിക്ക് RKVY, SHM തുടങ്ങിയ വിവിധ പദ്ധതികളുടെ സബ്സിഡികൾ എല്ലാ കർഷകർക്കും ലഭ്യമാക്കുന്ന രീതിയിൽ പരമാവധി കൃഷിഭവനിൽ കൂടി നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ഏതാണ്ട് 100 ഏക്കറിലെ പച്ചക്കറി കൃഷിക്കാണ് ഈ വർഷം കൃഷിഭവൻ വഴി ആനുകൂല്യം നൽകുന്നത്. ഹെക്ടറിന് 15,000 രൂപ വരെയാണ് അതിൻ്റെ സബ്സിഡി. അത് കർഷകർക്ക് അവർക്ക് ഇഷ്ടമുള്ള കൃഷി ചെയ്തതിന് ശേഷം ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി ചെയ്തതിന് ശേഷം കൃഷിഭവനിലേക്ക് സമീപിക്കുകയും അവർക്ക് അതിനുള്ള സബ്സിഡി അനുവദിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് A ഗ്രേഡ് വെജിറ്റബിൾ ക്ലസ്റ്റർ എന്നുള്ളത്. ജില്ലയിലെ 10 ക്ലസ്റ്ററുകളാണ് ആകെ ഉള്ളത്. അതിൽ ഒരെണ്ണം അന്നമനടയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 6,30,000 രൂപയാണ് സബ്സിഡി. അതിന് വേണ്ടിയിട്ട് അന്നമനടയിൽ വനിതകളെ കൂട്ടിയിട്ട് ഒരു വെജിറ്റബിൾ ക്ലസ്റ്റർ രൂപം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയിലെ പുതിയ സംരംഭമായ ഹൈടെക് വെജിറ്റബിൾ ഫാമിംഗ്, അത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തിലും 3 എണ്ണം വെച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുവെങ്കിലും വളരെ കുറച്ച് മാത്രമേ അവസാനം എത്തിയിട്ടുള്ളൂ. പക്ഷേ അന്നമനട പഞ്ചായത്തിൽ 3 എണ്ണം അപേക്ഷ നൽകിയതിൽ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ രമേശ് വാഴയിലിപ്പറമ്പിലും പിന്നെ ഒന്ന് സൊസൈറ്റിയുടെ വെണ്ണൂർ സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹൈടെക്
യൂണിറ്റുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ അതും പ്രവർത്തനം ആരംഭിച്ച് നടന്നു വരുന്നു. 2,80,500 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ സബ്സിഡി. പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ വാഴക്കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇവിടെ നമ്മുടെ VFPCKയുടെ ഒരു മാർക്കറ്റുണ്ട്. അതുപോലെ വേറൊരു പ്രശ്നമായിരുന്നത് നമ്മുടെ തേങ്ങയുടെ വിലയിടിവാണ്. അതിനുവേണ്ടി അന്നമനട പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അത് എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും 1 കിലോയ്ക്ക് 25 രൂപ പ്രകാരം തേങ്ങ സർക്കാരിലേക്ക് സംഭരിക്കുന്നുണ്ട്. അത് നമ്മുടെ തെങ്ങ് കർഷകർക്ക് വളരെയധികം ഫലപ്രദമായിട്ടുണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിൽ പറയുന്നത് യുവാക്കളൊന്നും കൃഷിരംഗത്തേക്ക് ഇല്ല എന്നുള്ള ഒരഭിപ്രായമാണ് പൊതുവേ നാട്ടിൽ നമ്മുടെ പരന്നിട്ടുള്ളത്. പക്ഷേ അന്നമനട പഞ്ചായത്ത് അതിന് വിഭിന്നമായിട്ട് ഒരുപാട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥരും യുവാക്കൾ കൃഷിയിലേക്ക് വന്ന് അവർ ഗ്രൂപ്പായിട്ട് കൃഷി ചെയ്ത് വളരെ നല്ല രീതിയിൽ നെൽകൃഷി രംഗത്ത് അവർ കൃഷി വിജയകരമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പാലുൽപാദന മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ളൊരു പഞ്ചായത്താണ്. ധാരാളം മിൽമ സംഘങ്ങളും അതോടൊപ്പം തന്നെ PDGP സംഘങ്ങളും ഡയറി ഫാമുകളും എല്ലാം ധാരാളമുള്ളൊരു പ്രദേശം എന്ന നിലയിൽ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം ക്ഷീരോത്പാദകരെ സഹായിക്കുന്നതിന് വേണ്ടി ക്ഷീര കർഷകർക്ക് പ്രത്യേകമായ ഇൻസെൻറ്റീവ് കൊടുത്ത് അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ നന്നായി സംഘടിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ്. മൃഗസംരക്ഷണ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ പുതിയ ട്രെൻഡാണ് ഫാമുകളുടെ തുടക്കം. കാരണം പഴയ രീതിയിൽ നിന്ന് മാറി കർഷകർ ഈ സ്ഥലത്തിൻ്റെ പരിമിതി, കാലിത്തീറ്റയുടെ വില വർധനവ് മുതലായ കാര്യങ്ങൾ കൊണ്ട് ഒരു പശു 2 പശു വളർത്തുന്ന രീതിയിൽ നിന്ന് മാറി ഫാം കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാലിശ്ശേരിയിലുള്ള ഹരിയുടെ ഫാമിലാണ്. അദ്ദേഹം ഫാം മാത്രമല്ല, പശുക്കളെല്ലാം മാത്രമല്ല, അതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിപണനം നടത്തുന്ന ഒരു കർഷകനാണ്. അന്നമനട പഞ്ചായത്ത് പൊതുവെ കാറ്റിൽ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൻ്റെ തെളിവാണ് ഇവിടെ 5 പാൽ സൊസൈറ്റികൾ ഈ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പുഴയുടെ ഈ ഇക്കരെ 4 പാൽ സൊസൈറ്റികളും വെസ്റ്റ് കൊരട്ടി ഭാഗത്ത് 1 പാൽ സൊസൈറ്റിയും പ്രവർത്തിക്കുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി കന്നുകുട്ടി പരിപാലനം എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ജനകാസൂത്രണ പദ്ധതി തുടങ്ങിയ കാലം മുതൽ തന്നെ ഓരോ വർഷം 50 കന്നുകാലി കുട്ടികളെ തിരഞ്ഞെടുത്ത് അവയ്ക്ക് 28 മാസത്തോളം 50% സബ്സിഡിയോട് കൂടി തീറ്റ നൽകുന്നു. ഈ പദ്ധതി ഗ്രാമപഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി സംയുക്തമായി നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഈ വർഷവും ഈ പദ്ധതിക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. ബേഡ്സ് കൊമേഴ്സ്യലായിട്ട് ബ്രോയിലർ ഫാമുകളുടെ ഒരുപാട് യൂണിറ്റുകൾ ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബ്രോയിലർ ഫാംസ് അത് കമ്മീഷൻ വ്യവസ്ഥയിലാണ് കൂടുതലും വളർത്തുന്നത്. മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന വൈഡായിട്ടുള്ള പദ്ധതികളൊന്നും ഈ പഞ്ചായത്തിലില്ല. ഇൻഡിവിജ്വൽ ബാക്ക്യാർഡ് പൗൾട്രി സിസ്റ്റത്തിൽ മാത്രം വളർത്തുന്ന പശുക്കളേ ഉള്ളൂ. ആടുകളുടെ വലിയ ഫാമുകളൊന്നും ഇവിടെ ഇല്ല. മെയിനായിട്ട് കന്നുകാലികളുടെ ഫാമുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. കൃഷി ചെയ്യാതെ ആൾക്കാർ ഭൂമി തരിച്ചിരുന്നതുകൊണ്ട് എളുപ്പം മാർഗത്തിൽ തുടങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പോത്ത് വളർത്തൽ പദ്ധതി. ഈ ഗ്രാമപഞ്ചായത്തിൽ ബാങ്കുകൾ കുടുംബശ്രീകൾക്ക് ഒരുപാട് ലോൺ കൊടുത്ത് കുറേ പേർ പോത്തുകൾ വളർത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതിന് തൊഴുത്തൊന്നും പടിയാറില്ല, കൈത്തീറ്റ കൊടുക്കാറില്ല. ഈ പാടത്തെ പുല്ല്, കുറച്ച് വെള്ളം ഒക്കെ കൊടുത്താണ് പ്രധാനമായും ഇവയെ വളർത്തുന്നത്. അന്നമനട ഗ്രാമത്തിൽ കൊളത്തേരി വീട്ടിൽ ശങ്കരൻ നായർ മകൻ ഹരിഹരൻ ഒരു ക്ഷീര കർഷകനാണ്. വെറും ഒരു ക്ഷീര കർഷകൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഉൽപ്പാദിപ്പിക്കുന്ന പാല് മൂല്യവർദ്ധിതമായി പാൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും അത് നല്ല രീതിയിൽ വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മാതൃക കർഷകൻ. ശരിയല്ലേ? അപ്പോൾ അങ്ങ് ഈ രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഏകദേശം 14 വർഷം കഴിഞ്ഞു. 1998 നവംബർ 27 ഈ പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള ഈ യൂണിറ്റും വീടിനോട് ചേർന്ന് കാണുന്ന ഈ യൂണിറ്റും നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങയുടെ അനുഭവത്തിലൂടെ അത്തരം ഒരു സന്ദേശം കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ഷീര കർഷകരായി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയാനുള്ളത്? ഇനിയുള്ള കാലം പാൽ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതല്ല. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർ തയ്യാറായാൽ മാത്രമേ കർഷകൻ സ്വയം പര്യാപ്തതയോടെയും ഫാം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള വ്യവസായങ്ങളെപ്പോലെ പാലും പാൽ ഉൽപ്പന്നങ്ങളും വ്യവസായമായി കാണാത്തത് കൊണ്ടാണ് കർഷകന് ഈ ദുർഗതി. കർഷകൻ്റെ നിലപാടിലുള്ള മാറ്റം, സർക്കാരിൻ്റെ സഹായം,
മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ സഹായം ഉണ്ടെങ്കിൽ കർഷകൻ സ്വയം പര്യാപ്തം നൽകാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഈ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഞാൻ 14 വർഷം മുമ്പ് ചെയ്തു തുടങ്ങുമ്പോൾ വെറും കുപ്പിയിൽ മോര് വിറ്റ് നടന്ന ഒരാളായിരുന്നു ഞാൻ. ഇന്ന് ഏകദേശം 6-7 ഉൽപ്പന്നങ്ങൾ ഞാൻ മാത്രം നിർമ്മിക്കുന്നുണ്ട്. പാല്, തൈര്, മോര്, വെണ്ണ, നെയ്യ്, പനീർ, പേട, അങ്ങനെ 8 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. അതുപോലെ തന്നെ പശുവിൻ്റെ കാര്യത്തിൽ ചാണകം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ബയോഗ്യാസ് വീട്ടിലെ ആവശ്യത്തിൽ 24 മണിക്കൂർ ഗ്യാസ് ലഭിക്കുന്നു. അതിൻ്റെ സ്ലറി ഉണക്കി ചാണകമാക്കി ചാക്ക് ഒന്നിന് 150 രൂപ 40 കിലോ ചാക്ക് കൊടുക്കുന്നു. ഇഷ്ടമായ മികച്ച ഡിമാൻഡുകളുണ്ട്. അത് തന്നെ ചാണകം ഉണക്കി പൊടിച്ച് അരിച്ചെടുത്ത് അതിൽ ജീവാണുവളം മിക്സ് ചെയ്ത് പാക്കറ്റുകളാക്കി വിൽക്കുന്നു. വെർമി കമ്പോസ്റ്റ് നിർമ്മിക്കാറുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തൈര് കോമൺ ആയിട്ടുള്ള എല്ലാ സാധാരണ കൃഷിക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്. പനീർ നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ആവശ്യമുള്ള ഒരാളാണ്. പേട ഞാൻ സ്വന്തം ഉൽപ്പാദിപ്പിക്കാറുണ്ട്. നമ്മുടെ കർഷകൻ ചെയ്യുമ്പോൾ ഒരു പാലുൽപ്പാദന ചെലവ് എത്രയാണ്, വരുമാനം എത്രയുണ്ട്, ഉൽപ്പാദന ചെലവും വരുമാനം എന്നുള്ള യോജിച്ചു പോകുന്നുണ്ട്. ഈ കാര്യങ്ങൾ സ്വന്തമായിട്ട് വിലയിരുത്താത്തത് കൊണ്ടാണ് കർഷകന് ഈ ദുർഗതി. പശു വളർത്തുന്ന ഒരു പരമ്പരാഗത രീതി തന്നെയാണ് കേരളത്തിൽ, ഇന്ത്യ ഒട്ടാകെ അങ്ങനെ തന്നെയാണ്. ഈ പരമ്പരാഗത രീതിയിൽ തൊഴുത്തിൻ്റെ വൃത്തിക്കും വെടിപ്പിനും അമിത പ്രാധാന്യമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ അതായത് മാലിന്യത്തെ സംസ്കരിക്കുന്നതിലും തൊഴുത്ത് വൃത്തിയാക്കുന്നതിലും ഈ അമിത പ്രാധാന്യം കൊടുക്കുന്ന കർഷകരോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും ടെക്നിക്സ് പറയാനുണ്ടോ? പലപ്പോഴും പറയാറുണ്ട് മികച്ച കുളി, കാലയിൽ മികച്ച കുളി, അതിനുശേഷം മികച്ച കറവ, ഇങ്ങനെ എല്ലാം തെറ്റായ സന്ദേശം കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പശുവിന് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഹൈബ്രിഡ് പശുക്കൾ HF ആയാലും ജേഴ്സി ആയാലും അതിൻ്റെ കുളമ്പുകൾ ഹൈബ്രിഡ് പശുക്കളിലെ നമ്മുടെ നാട്ടിലെ രീതിയല്ല. കുളമ്പ് തേയ്മാനം വളരെ കൂടുതലായിരിക്കും. കൂടുതൽ സമയം വെള്ളം ഉപയോഗിച്ച് തൊഴുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഈ കുളമ്പ് കൂടുതൽ നേരം വെള്ളത്തിൽ മുട്ടി നിൽക്കുമ്പോൾ കുളമ്പ് തേയ്മാനം വളരെയധികം കൂടുന്നു. കുളമ്പ് തേയ്മാനം വളരെ കൂടുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ ഉണങ്ങാനും പുഴുവയ്ക്കാനും സാധ്യത കൂടുതലാണ്. ഇത് മാത്രമല്ല, ഒരു തൊഴുത്തിൽ ഒരു 8 മീറ്റർ സ്ക്വയറുള്ള തൊഴുത്താണ് എൻ്റെ. മൊത്തം 18x18 മീറ്റർ സ്ക്വയറുള്ള എൻ്റെ തൊഴുത്ത്. ഈ തൊഴുത്തിൽ ഞാൻ മൊത്തം ഷവൽ ഉപയോഗിച്ച് ചാണം മാറ്റി കഴിയുമ്പോൾ മൊത്തം വരുന്ന വേസ്റ്റ് ചാണത്തിൻ്റെ വേസ്റ്റ് വരുന്നത് ഏകദേശം 1-1.5 കിലോയ്ക്ക് ഇടയ്ക്കുള്ള വേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി 1 HP മോട്ടർ വെച്ച് ഈ ഒരു ദിവസം ഏകദേശം 500-1000 ലിറ്റർ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം 500 ലിറ്റർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു മാസം 15,000 ലിറ്റർ വെള്ളം. ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. പശുവിന് നല്ലതല്ല. 10 ചെറിയ കൃഷിക്കാരന് താങ്ങാൻ പറ്റില്ല. ഈ ഒരു കാര്യം കൃഷിക്കാരൻ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കൃഷിക്കാരൻ മനസ്സിലാക്കാൻ വേറൊരു കാര്യമുണ്ട്, ചാണകമുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ഉത്തരവാദിത്വം, ഒരു ചോദ്യമുണ്ട്. അത് ശരിക്കും ഡോക്ടറോട് ചോദിച്ചാൽ പറയും ഗ്രൂമിങ് എന്ന് പറയുന്ന സിസ്റ്റമുണ്ട്. അത് ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ വെറും വയർ ബ്രഷ് ഉപയോഗിച്ച് പശുവിന് മേത്ത് വെറുതെ ബ്രഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. ചാണകം പോവുകയും ചെയ്യും. പശുവിൻ്റെ രക്തധമനികളിലെ പ്രവർത്തനം വർദ്ധിച്ച് ഉൽപ്പാദനം കൂടും. ഇതേമാതിരി തന്നെ മഞ്ഞുകാലത്തും വർഷക്കാലത്തും പശുവിൻ്റെ മേത്ത് വെള്ളം ഒഴിച്ച് കഴിക്കഴിഞ്ഞാൽ ആ ഉണങ്ങുന്നതിന് വേണ്ടിയുള്ള ഊർജ്ജം ചിലവ് വളരെ കൂടുതലായും തീറ്റഭാരം പിന്നെയും കൂടും. ഇത് ഒഴിവാക്കാൻ വർഷക്കാലത്തും മഞ്ഞുകാലത്തും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഉപയോഗിച്ചാലും നമ്മൾ അത്രയും ഈ ഉണങ്ങാൻ വേണ്ടി കൂടുതൽ ഊർജ്ജം ചിലവഴിക്കുമ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം ബാധിക്കാൻ ഉൽപ്പാദനം കുറയുക തന്നെ ചെയ്യും. ഇതാണ് കൃഷിക്കാരനോട് ഉപയോഗിക്കുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാക്കാൻ നമ്മൾ ഭാവിയിൽ ചെയ്യുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി കൃഷിക്കാരനുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ വെള്ളം പരമാവധി എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് ചാണം ആവണതാണ് മാറ്റി അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഈ ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? എൻ്റെ ഈ ലേഖകൻ വന്ന് എൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ എൻ്റെ തൊഴുത്തിന് ചാണക്കുഴിയില്ല. എന്നെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ 18 പശുക്കൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ 18 പശുക്കൾ 10, 12, 13 മൊത്തം പശുക്കളുടെ ചാണകം ഞാൻ ബയോഗ്യാസ് ഇട്ടിട്ട് അത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ പശുവിൻ്റെ മൂത്രം ഒരു ടാങ്കിൽ സ്റ്റോക്ക് ചെയ്ത് ഒരു സ്ലറി പമ്പ് ചെയ്ത് ഇത് മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ ചാണകത്തിൻ്റെ ഒപ്പം മൂത്രം കൊണ്ട് ചെല്ലുമ്പോൾ ബയോഗ്യാസ് എൻ്റെ വീട്ടിലെ ആവശ്യത്തിനും എനിക്ക് 3 കണക്ഷനുണ്ട്. 24 മണിക്കൂറും ഗ്യാസ് സഫീഷ്യൻ്റായിട്ട് ഗ്യാസ് കിട്ടും. കൂടെ ആദ്യകാലങ്ങളിലൊക്കെ നെയ്യ് ഒരുക്കാനും ഞാൻ ഗ്യാസ് ഉപയോഗിച്ചിരുന്നത്. തുടർച്ചയായിട്ട് 5-8 മണിക്കൂർ എത്തിയാലും ഒരു സഫീഷ്യൻ്റ് ഇഷ്ടമായ ഗ്യാസ് എപ്പോഴും ഉണ്ട്. അങ്ങനെ എനിക്ക് ഗ്യാസ് എൻ്റെ ആവശ്യം നിൽക്കുകയും ചെയ്യും. എൻ്റെ വേസ്റ്റേജ് മാറി കിട്ടും. ഈ സ്ലറി ഉണക്കി ഞാൻ വിൽക്കാറുണ്ട്. അപ്പം കുക്കിംഗ് ഗ്യാസ് വേറെ വാങ്ങാറില്ല. ഗ്യാസ് പിടിച്ച കാശ് ഉപയോഗിച്ചിട്ടില്ല, അതാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പാലിനെ
വാല്യൂ അഡീഷൻ ആക്കുമ്പോൾ ഇപ്പം നമ്മൾ തൈര്, മോര്, നെയ്യ്, വെണ്ണ ഇതൊക്കെ നീക്കി നമ്മൾ വാല്യൂ അഡീഷൻ ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് ഒരു 100 ലിറ്റർ പാല് അത് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തേക്കാൾ കൂടുതൽ മികച്ച ഒരു ലാഭം കിട്ടുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാം. ഒരു 100 ലിറ്റർ പാല് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ 100 ലിറ്റർ തൈര് ഉൽപ്പാദിപ്പിക്കാമെന്ന് ചോദിക്കുക. 100 ലിറ്റർ തൈര് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടപ്പോഴേ കേരളത്തിലെ എല്ലാ വലിയ കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനിയും മിൽമ അടക്കമുള്ള കമ്പനികൾ സ്കിമ്മിഡ് മിൽക്കിന് തൈരുണ്ടാക്കാൻ ഉപയോഗിക്കണം. സ്കിമ്മിഡ് മിൽക്ക് തൈരുണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ അവരൊക്കെ മിൽമയുടെ ബില്ല് കേടടിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തൈരുണ്ടാക്കുമ്പോൾ അതിൽ ഇത്ര ലാക്ടോമീറ്റർ ഇത്ര ഫാറ്റ് വേണമെന്നുണ്ട്. അപ്പോൾ ലാക്ടോമീറ്റർ ഫാറ്റ് ഉണ്ടാവില്ല, ഫാറ്റ് 100% 90 അവരെ നമ്മളൊക്കെ എടുക്കുമ്പോൾ ചെറിയ മെഷീനായതുകൊണ്ട് 90% കിട്ടുള്ളൂ ക്രീം. മിൽമ എടുക്കുമ്പോൾ 100% 99.9% ക്രീം എടുക്കും. എന്നിട്ട് ആ തൈരിൻ്റെ പേരിൽ കിട്ടാൻ വേണ്ടി മിൽക്ക് പൗഡർ കുറച്ച് ആഡ് ചെയ്യും. അതായത് ഒരു 100 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കണോ നമ്മൾ ക്രീം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 4 ഫാറ്റുള്ള പാലാണ്. ആവറേജ് 4 ഫാറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഫാറ്റാണ്. അതായത് 4 ഫാറ്റ് എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ പാലിൽ നിന്ന് 4 കിലോ നെയ്യ് കിട്ടും എന്നാണ് അർത്ഥം. 100 കിലോ നെയ്യ് കിട്ടും എന്ന് പറഞ്ഞാൽ 1 കിലോ നെയ്യിന് ഏറ്റവും ഞാൻ വെക്കണ ഏറ്റവും ചെറിയ റേറ്റാണ് 300 രൂപയ്ക്ക് ലിറ്റർ നെയ്യ് പോണേ. ശരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ മിൽമയുടെ നെയ്യ് 420 രൂപയാണ്. ഞാൻ കൊടുക്കുന്ന ഹോൾസെയിൽ റേറ്റ് 300 രൂപ 320 രൂപയ്ക്കാണ് ഏറ്റവും കൂടുതൽ കുറച്ച് പോകണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പാല് നമ്മളൊരു ഡയറി കൊണ്ട് കൊടുത്താൽ 28 രൂപ 30 രൂപ കിട്ടുന്ന പാലാണെങ്കിൽ 300 രൂപ വെച്ച് 4 കിലോ ആകുമ്പോൾ 1200 രൂപ ക്രീം കിട്ടും. അപ്പോൾ ആ പാലിൻ്റെ വില വെറും 1200 കഴിഞ്ഞാൽ ഒരു 100 ലിറ്റർ പാലിന് വെറും 1800 രൂപയുള്ളൂ. ഈ 1800 രൂപ ആകുമ്പോൾ മാർക്കറ്റിലെ തൈരിൻ്റെ റേറ്റ് ഏകദേശം 35 തൊട്ട് 40 രൂപയാണ്. 40 രൂപയ്ക്ക് റേറ്റ് കൊടുത്താൽ 100 ലിറ്റർ പാലിന് അപ്പോൾ ഒരു 100 ലിറ്റർ പാലിന് 2200 രൂപയാണ് ഡയറക്റ്റ് ലാഭം കിട്ടുന്നത്. അതിൽ കുറച്ച് ക്രീമിൻ്റെ അളവ് കുറഞ്ഞു, പിന്നെ കുറച്ച് പാക്കിംഗ് ചാർജസ്, കറണ്ട് ചാർജ്, ട്രാൻസ്പോർട്ടിങ് എല്ലാം കഴിഞ്ഞ് ഒരു 200-300 പൊക്കോട്ടെ, അല്ലെങ്കിൽ 500 പൊക്കോട്ടെ. അപ്പോൾ 100 ലിറ്റർ പാലുമ്പോൾ 30 രൂപ പാല് പ്ലസ് 17 47 രൂപ ഒരു കർഷകന് വില കിട്ടും. ഇത് 10 ലിറ്റർ പാലുള്ള പശുള്ള കൃഷിക്കാരന് ഇത് എന്തുകൊണ്ട് ചെയ്തോടാ? ചെറിയ ക്രീം സെപ്പറേറ്റ് മെഷീൻ്റെ ഹാൻഡ് ഡ്രൈ ക്രീം സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഈ പാലിനെ ഈ മോരിൽ കുറച്ചെടുത്ത് സംഭാരാക്കാം, അതും കണക്കുണ്ട്. 10 ലിറ്റർ തൈരുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം 22-25 ലിറ്റർ സംഭാരം ഉണ്ടാക്കാം. 25 ലിറ്റർ സംഭാരം ഒരു പാക്കറ്റ് ഏറ്റവും കുറഞ്ഞ വില 4 രൂപയുണ്ട്. 25 ലിറ്റർ പാലാകുമ്പോൾ ഏകദേശം 125 പാക്കറ്റ്, 125 ആകുമ്പോൾ 500 രൂപ പിരിയും. 10 ലിറ്റർ പാലുണ്ട്, 10 ലിറ്റർ തൈര്, അതായത് ഈ 18 രൂപയുള്ള തൈര് 180 രൂപയുടെ തൈര് നമ്മൾ വാല്യൂ വെച്ച് നോക്കുമ്പോൾ 500 രൂപയ്ക്ക് സംഭാരമായി. അപ്പോൾ 320 രൂപ മാർജിനുണ്ട് 10 ലിറ്റർ തൈരിന്. അപ്പോൾ അതിൻ്റെ വെറുതെ ഒന്ന് കൂട്ടി വയ്ക്കാൻ 50 രൂപയായി. അതിങ്ങനെ ഓരോ വസ്തുക്കൾ, നെയ്യ്, വെണ്ണ നമ്മൾ ഇപ്പം മാർക്കറ്റ് റേറ്റ് ഏകദേശം 300 രൂപയാണ് വേണം മാർക്കറ്റ് റേറ്റ്. ഞാൻ വെക്കുന്നത് 300, 250, 300 രൂപയ്ക്ക് വെക്കാം. ഇപ്പോൾ ഈ ക്രീം എടുത്ത് വെണ്ണ ധാരാളമായിട്ട് ചിലവുള്ളതാണ്. വെണ്ണ കടഞ്ഞെടുക്കാൻ മെഷീനുണ്ട്, കടഞ്ഞെടുക്കാൻ പറ്റും. കടഞ്ഞെടുത്ത് പാക്കറ്റ് ചെയ്ത് വെക്കാം. അത് പാസ്റ്ററൈസ്ഡ് ബട്ടർ എന്ന് പറഞ്ഞ ബട്ടറുണ്ട്, അത് മിൽമയുടെയൊക്കെ നമുക്ക് പാസ്റ്ററൈസ്ഡ് ബട്ടർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അധികം കാലം 2 ആഴ്ച കേടുവേണ്ടിയിരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അല്ലാണ്ട് തന്നെ മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ പാലായി, തൈരായി, വെണ്ണായി, പനീർ എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ പാല് ഫാറ്റ് 100 ലിറ്റർ പാലിന് 13 കിലോ പനീർ കിട്ടും ആവറേജ്. നല്ല പാലാണെങ്കിൽ അത് കൂടുതൽ കിട്ടും. അത് 70 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ട് ഒരു 70 ഗ്രാം 14 ഗ്രാം സിട്രിക് ആസിഡ് ചേർത്ത് പിരിയിച്ചാണ് പനീർ ഉണ്ടാക്കണേ. അത് സ്ലൈസ് ചെയ്ത് നമ്മുടെ പുതിയ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം പനീർ അതിൽ കുറച്ച് വിലയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ പനീറിന് വില കിലോ 400 രൂപയാണ്. ഇപ്പോൾ 100 ലിറ്റർ പാലുണ്ടെങ്കിൽ ഏകദേശം 13 കിലോ 4200. അപ്പം നമുക്ക് 1200 അതിൽ മാർജിനുണ്ട്. ഇതെല്ലാത്തിനും ആണ് അടിസ്ഥാനം. ഇത് മാർക്കറ്റിംഗ് ആണ് വിഷയം. അതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ജനം കാത്തിരിക്കുന്നത്. പഞ്ചവാദ്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അച്യുതമാരാരുടെയും പിതാംബരമാരാരുടെയും രമേശ്വരമാരാരുടെയും എല്ലാം സ്മരണകൾ നമ്മുടെ ദേശത്തിനും നമ്മുടെ സംസ്ഥാനത്തിനുമെല്ലാം എന്നും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഈ വാദ്യകലാ കേന്ദ്രത്തിലൂടെ പഞ്ചവാദ്യത്തിലെ ഏകദേശം 8 ബാച്ചുകൾ കുട്ടികളെ ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഈ അധ്യയന വർഷം ആരംഭിച്ച ഘട്ടത്തിൽ 50-ൽ പരം കുട്ടികൾ അതിൽ പുതിയ ന്യൂ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ വർഷത്തെ ബജറ്റ് ടോക്കിൽ അന്നമനടയെ പ്രത്യേകിച്ച് പരാമർശിച്ചുകൊണ്ട് അന്നമനട ഒരു കലാഗ്രാമമായി സംസ്ഥാന ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ പഞ്ചവാദ്യ കുലപതിയായ
അന്നമനട പരമേശ്വരൻ മാരാരുടെ ശിഷ്യനും അനന്തരവനുമായ അന്നമനട മുരളീധരൻ മാരാർ. നമ്മുടെ അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ മറ്റൊരു പഞ്ചായത്തും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് സ്വന്തമായിട്ട് ഒരു വാദ്യ കലാകേന്ദ്രമുണ്ട് എന്നുള്ളത്. അതിൻ്റെ പ്രിൻസിപ്പാളാണ് അങ്ങ്. അപ്പം അതിനെക്കുറിച്ച്, ആ ഒരു പദ്ധതിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ നമ്മളുടെ ഈ പഴയ കാലത്ത് ഗുരുകുല സമ്പ്രദായത്തിൽ ഇതൊക്കെ പഠിച്ചു വരുന്നത്, ഈ മറ്റേ വാദ്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത്. അപ്പോൾ ഒരു സ്ഥാപനം അന്നമനടയിലില്ല. 2000 അത് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ അന്ന് മുതൽ നമ്മൾ അതിൽ തിമല, ചെണ്ട വാദ്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായി. നമ്മൾ അതിൻ്റെ ഒരു കാരണന്മാരുടെ പേരിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുട്ടികളിൽ നിന്ന് 1 രൂപ പോലും സാമ്പത്തിക ഇത് പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ പഠിപ്പിച്ചു വരുന്നത്. നമുക്കിപ്പോൾ അവിടെ പഠിക്കാനെത്തുന്ന കുട്ടികൾ അവരുടെ ഒരു പാരമ്പര്യം എങ്ങനെയുള്ള പാരമ്പര്യമാണ് ഞാൻ ചോദിക്കുന്നത്? ഒരു ഹൈന്ദവ പാരമ്പര്യമാണോ അതോ സമ്മിശ്രമാണോ? ഹൈന്ദവ മതത്തിൽപ്പെട്ട കൂടുതലാണ് വന്ന് പോകുന്നത്, അല്ലാത്തൊരു കഷ്ടിയാണ് ഉള്ളത്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടല്ല, ഓരോരുത്തർ വരുന്ന ആര് വന്നാലും നമ്മൾ പഠിപ്പിക്കാൻ റെഡിയാണ്. അപ്പോൾ കൂടുതലും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. തൃശ്ശൂർ പൂരത്തിലെ മേളത്തെക്കുറിച്ചൊന്ന് ചോദിച്ചോട്ടെ. ഇത് മഠത്തിൽ വരവ്, അതെന്താണ് ഈ മഠത്തിൽ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രഹ്മസമ്മർദ്ദത്തിനകത്തുനിന്ന് പഞ്ചവാദ്യം കൊട്ടി, പാണി കൊട്ടി വന്ന് എഴുന്നള്ളിച്ച് മറ്റേ ആലിൻ്റെ അവിടെ വന്ന് പഞ്ചവാദ്യം കൊട്ടി അകത്ത് വന്ന് കഴിയണം. പഞ്ചവാദ്യത്തിൻ്റെ ഒരു പ്രത്യേകത, പൂരത്തിൽ പൂരമായ തൃശ്ശൂർ പൂരം മഠത്തിൻ്റെ പ്രത്യേകതയാണ് പഞ്ചവാദ്യത്തിൻ്റെ. അതിലൊന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു കലാകാരൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പ്രമാണം കൊട്ടുക എന്ന് പറയുന്നു, അതെന്താണ് പ്രമാണം കൊട്ടുക? പ്രമാണം കൊട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻസിൻ്റെയും അതിൻ്റെ നേതൃത്വം വഹിക്കുക ഒരു സംഭവം ഉണ്ടല്ലോ, അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് പഞ്ചവാദ്യ തിമലയാണ്. ഈ 5 വാദ്യത്തിൻ്റെയും നിയന്ത്രണം തിമലയാണ്, പ്രമാണിത്വം ആണ്. അദ്ദേഹം നടുക്കിൽ നിന്ന് പഞ്ചവാദ്യത്തെക്കുറിച്ച് ഈ എല്ലാ വാദ്യം നിൽക്കുമ്പോൾ എല്ലാവരെയും അത് ഓരോ താളങ്ങളും എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കേണ്ട, ഇതെപ്പോൾ തീരണം, എത്ര നേരം വേണം തീരുമാനിക്കേണ്ട ഒരു ചുമതല അദ്ദേഹത്തിന് മാത്രമാണ്. പ്രമാണത്തിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ്. പിന്നെ ഈ പഞ്ചവാദ്യത്തിൽ കാലങ്ങൾ കൊട്ടിക്കയറുക എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, അത് കാലങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പഞ്ചവാദ്യത്തിൽ ആദ്യമായിട്ടുള്ള കാലം പതികാലം എന്ന് പറയും. പതികാലം എന്ന് പറഞ്ഞാൽ 892 അഷ്ടകാല പഞ്ചവാദ്യമാണ് ഇന്ന് നടത്തിക്കൊണ്ടുവരുന്ന പഞ്ചവാദ്യം. അതിൽ നിന്ന് നമ്മളിപ്പോൾ പഴയ അന്നമനട പരമേശ്വരന്മാരാർ രചിച്ച ഒരു പഞ്ചവാദ്യം ഇപ്പോൾ അന്നമനടയിൽ ഒരു 2002 മുതൽ ഒക്ടോബർ 2 അന്നമനട മഹോത്സവത്തിൽ പങ്കെടുത്തു വരുന്ന സംവാദം. പഞ്ചായത്ത് നടത്തുന്ന വാദ്യകലാ കേന്ദ്രത്തിൽ 209 ശിഷ്യന്മാരുണ്ട്, പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പാൾ എന്നുള്ള നിലയിൽ ഈ 5 വാദ്യങ്ങളുണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ട് ഒന്ന് വിശദീകരിക്കുക. പഞ്ചവാദ്യത്തിൽ നമുക്ക് ആദ്യമായിട്ടുള്ള വാദ്യം, ഒന്നാമത്തെ വാദ്യം എന്ന് പറയുമ്പോൾ തിമല തന്നെയാണ്. ആ തിമല എൻ്റെ പഞ്ചവാദ്യ തുടക്കത്തിൽ 3 പ്രാവശ്യം ശംഖ് വിളിച്ച് 3ാമത്തെ പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ തിമല. ഇത് കഴിഞ്ഞാൽ അത് മദ്രത്തിലേക്ക് കിടക്കും. മദ്രം ആണ് നമ്മൾ അരയിലിട്ട് കൂട്ടുന്ന സംഭവമാണ് മദ്രം. ഇത് കഴിഞ്ഞ് ഇടയ്ക്ക, അതും ക്ഷേത്രകല ഒരു വാദ്യമാണ്. ഇടയ്ക്ക, സോപാന സംഗീതം, ഇതൊക്കെ പങ്കെടുക്കുന്ന വാദ്യം ഇടയ്ക്കയും അതിൽ മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. പിന്നെ കൊമ്പ്, പഴയ കാലത്ത് ശംഖായിരുന്നു പഞ്ചവാദ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാദ്യം, ശംഖായിരുന്നു. അതിൽ നിന്ന് ഇത്തിരി വന്നിട്ടാണ് ഒരു 70-80 വർഷമായിട്ടുള്ളൂ കൊമ്പിലേക്ക് കടന്നിട്ട്. പിന്നെയാണ് ഇലത്താളത്തിന് മുമ്പും ചേങ്ങില എന്ന് പറഞ്ഞൊരു വാദ്യമായിരുന്നു. ഈ ചേങ്ങില എന്ന് പറഞ്ഞാൽ നമ്മൾ പാണിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ചേങ്ങില മറ്റേ അഷ്ടപതിക്കൊക്കെ കുട്ടി അതായിരുന്നു ആദ്യത്തെ കാലത്തെ ചേങ്ങില. ആയിരുന്നില്ല. അന്ന് ക്ഷേത്രത്തിനകത്ത് നിന്നിരുന്ന അത്ര കാലങ്ങളൊന്നും പഞ്ചവാദ്യം ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ഇടകാലം എന്ന് പറഞ്ഞാൽ പഞ്ചവാദ്യ ഇടകാലം 5ാം കാലം എന്ന് പറഞ്ഞു. ഈ 5ാം കാലം തുടങ്ങിയാണ് പഞ്ചവാദ്യത്തിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ത്രയങ്ങളായ കഴിഞ്ഞുപോയ നമ്മുടെ അന്നമനട അച്യുതന്മാരാർ പീതാംബരായിട്ട് രൂപപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയ പഞ്ചവാദ്യമാണ് ഇന്ന് കേരളത്തിലെല്ലാവരും ഈ നിലവിൽ കൊണ്ട് നടക്കുന്ന പഞ്ചവാദ്യം.
സിവിൽ സർവീസ് രംഗത്തേക്ക് അന്നമേട ഗ്രാമപഞ്ചായത്തിലെ 3 ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു ബാഹ്യ ഏജൻസിയുടെ സഹായത്തോടു കൂടി ഒരു എബിലിറ്റി ടെസ്റ്റ് സംഘടിപ്പിച്ച് 51 കുട്ടികളെ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് തുടർച്ചയായി 7 വർഷക്കാലം ഈ കുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് സന്നദ്ധമായ അതിനാവശ്യമായ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ അതും കേരളത്തിൽ ആദ്യത്തെ ഒരു പഞ്ചായത്തിലും സംഘടിപ്പിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷമായ അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ, സ്കൂൾ തലത്തിൽ പ്രത്യേകം PTA കമ്മിറ്റിയും അധ്യാപകരുടെയും മീറ്റിങ്ങുകൾ, ഇതിനാവശ്യമായ വർക്ക്ഷോപ്പുകൾ, പഞ്ചായത്തിനകത്തുള്ള എക്സ്പെർട്ടുകളെ കണ്ടെത്തി അവരുടെ സഹായങ്ങൾ നേടുക. അങ്ങനെ കോഴിക്കോട് മീൻചന്ത ഗവൺമെൻറ് കോളേജിലെ ഏറ്റവും ഉന്നതമായ ഒരു ഫാക്കൽറ്റിയും നമ്മുടെ ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് ഈ സെൻറ്റർ ഫോർ എക്സലൻസ്, മികവിൻ്റെ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേകമായ ഒരു പ്രവർത്തനമാണ്. ഇന്ന് തന്നെ ബഹുമാനായ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ, എന്തുകൊണ്ടും ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിപ്പെട്ടത് തന്നെ ബഹുമാനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS എന്നുള്ള ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് തന്നെ സംഘടിപ്പിക്കപ്പെട്ടത്. ഇനി തുടർച്ചയായി അതിൻ്റെ പരിശീലനങ്ങൾ ഈ കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ അന്നമേട പഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഹൈസ്കൂളുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. 3 സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 കുട്ടികൾ വീതം 15 കുട്ടികളെ ഒരു ബാച്ചാക്കി കഴിഞ്ഞ 2 വർഷമായി മദ്രാസ് IITയിൽ അവിടെ അവരുടെ കാർണിവൽ നടക്കുന്ന സമയത്ത് നിരവധിയായ പ്രബന്ധങ്ങളും പരീക്ഷണങ്ങളും നടക്കുന്ന സമയത്ത് കുട്ടികളെ അത് കാണാനുള്ള അവസരമൊരുക്കുക, മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിജയോത്സവം, ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, CIGA തുടങ്ങിയ ഏജൻസികളായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ, ഏതാണ്ട് 10ഓളം പട്ടികജാതി കോളനികളിൽ പഠന വീടുകൾ, ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 14 വർഷമായി നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയ്ക്ക് കായിക വിദ്യാഭ്യാസം വേണ്ട പോലെ സ്കൂളുകളിലാകുന്നില്ല എന്നൊരു പരാതി നമ്മൾ പേപ്പറുകളിലൊക്കെ വായിച്ച് മനസ്സിലാക്കിയ കാലത്ത് അത് കണ്ടു പരിതപിക്കുന്നതിന് പകരം കായിക അധ്യാപകരില്ലാത്ത LP സ്കൂളുകൾക്കൊക്കെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണ് പിന്നെ പഞ്ചായത്ത് ചെയ്ത അടുത്ത കാര്യം. ആദ്യമായി പഞ്ചായത്തിൻ്റെ കീഴിൽ സ്പോർട്സ് അക്കാഡമി, അത്ലറ്റിക്സ്, വോളിബോൾ, ഫുട്ബോൾ എന്നിവയിൽ പരിശീലനം കൊടുത്തു. 7 വർഷത്തെ പ്രവർത്തന മികവിൽ സർക്കാർ അംഗീകാരവും ഗ്രാൻറ്റും അതിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ പ്രവർത്തനത്തിൻ്റെ ഒരു ചിട്ടയായ രീതി കൂടി സൂചിപ്പിക്കണം. ഏകദേശം 72% കുട്ടികളോളം അന്നമനട പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു കലയോ കായികമായ പരിശീലനമോ നേടുന്നത് കൊണ്ട് തന്നെ ഇവിടെ അപക്വമായ കുട്ടികളുടെ അബദ്ധസഞ്ചാരങ്ങൾ ഏറ്റവും കുറഞ്ഞ പഞ്ചായത്ത് എന്ന് അന്നമനട പഞ്ചായത്തിനൊരു കണ്ടെത്തൽ ബഹുമാനായ മാള CI നടത്തിയ ഒരു അന്വേഷണത്തിൽ ഉണ്ടാവുകയുണ്ടായി. ആരോഗ്യമേഖലയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അന്നമടയിലെ ക്യാൻസർ രോഗികളായ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികളായ, കിടപ്പ് രോഗികളായ അത്തരം ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെ വീടുകളിലേക്ക് സ്വാന്തന ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശാ വർക്കർമാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടേഴ്സും പ്രത്യേകം പരിശീലനം ലഭിച്ച നമ്മുടെ അതിനാവശ്യമായ നഴ്സുമാരുമെല്ലാം സംയുക്തമായി എല്ലാ മാസത്തിൽ 2 തവണ ഓരോ വീടുകളിലും വിസിറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആയുർവേദ മേഖലയിലെ ആയുർവേദ ഹോസ്പിറ്റൽ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തന നടത്തിക്കൊണ്ടിരിക്കുന്ന 2 ആയുർവേദ ഹോസ്പിറ്റലുകൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. ഒന്ന് അന്നമേട ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ, മറ്റൊന്ന് എരയാങ്കുടിയിലെ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ. ഈ 2 ഹോസ്പിറ്റലിനാവശ്യമായ ആയുർവേദ മരുന്നുകൾ ഓരോ വർഷവും 5 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് ആവശ്യമായ മരുന്നുകളെല്ലാം ഈ ആയുർവേദ ആശുപത്രിക്ക് വാങ്ങി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ മെയിൻ്റനൻസുകൾ, അറ്റകുറ്റപ്പണികൾ എല്ലാ വർഷവും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി
പിന്നെ അന്നമനടയുടെ പൂത്തിശ്ശേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ പ്രദേശവാസികൾക്കെല്ലാം അതിൻ്റെ സേവനം ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ NRHMൻ്റെ സഹായത്തോടു കൂടി ഒരു പുതിയ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഡോക്ടറെ മാത്രം NRHM നമുക്ക് സേവനത്തിന് വേണ്ടി വിട്ടുതരും. അതിന് പുറമേയുള്ള അതിൻ്റെ ആവശ്യമായ കെട്ടിടവും ആവശ്യമായ മെഡിസിനും പാരാമെഡിക്കൽ സ്റ്റാഫുകളും എല്ലാം പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ പഞ്ചായത്ത് പിന്നെ അവർക്ക് ആവശ്യമായ ശമ്പളം നൽകി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ 97% വരുന്ന സ്ത്രീ സമൂഹവും കുടുംബശ്രീയിൽ അംഗങ്ങളായി കഴിഞ്ഞു. വലിയൊരു സമഗ്രമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് എല്ലാ വീടുകളിലും ഇതിൻ്റെ സർവേകളെല്ലാം സംഘടിപ്പിച്ച് കുടുംബശ്രീയിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ തന്നെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനമാണ് നമ്മുടെ അന്നമനട ഗ്രാമപഞ്ചായത്തിലുള്ളത്. അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശ്രീമതി ശ്യാമള അയ്യപ്പൻ. നമുക്ക് എത്ര അയൽക്കൂട്ടങ്ങളാണുള്ളത്? 237. ഈ 237 സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങളില്ലേ? 6 4 മാനസികം 2 ശാരീരികവും. അതിൽ എത്ര അംഗങ്ങളുണ്ട്? അതിൽ ഒരെണ്ണത്തിൽ 12, പിന്നെ 15, 20 വരെ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. ഞാൻ പ്രധാനമായിട്ടും ചോദിക്കുന്നത് നമ്മുടെ MFൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ ലിങ്കേജ് വായ്പയുടെ പെർസെൻറ്റേജ് എങ്ങനെയാണ്? ഞങ്ങൾ 85% നിൽക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1% കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 86% ലിങ്കേജ് വായ്പ നിൽക്കുന്ന CDS ആണ്. ഓരോ ബാങ്കും CDSൽ വന്നിരുന്ന ഗ്രേഡ് നടത്തുന്നത്. എല്ലാവരും അയൽക്കൂട്ടങ്ങളും ബാങ്കിലേക്ക് ചെല്ലണേ. ഞങ്ങൾ വിളിച്ചിട്ട് CDSലെ ബാങ്ക് മാനേജരും സ്റ്റാഫും CDS ഓഫീസിൽ വന്നിരുന്ന് കുടുംബശ്രീ ചെയർപേഴ്സൺ അടക്കം ഇരുന്നിട്ട് അവരെ യൂണിറ്റുകളെ വിളിച്ച് ഗ്രേഡ് നടത്തി അവർക്ക് ലോൺ പെട്ടെന്ന് പാസ്സാക്കിക്കൊടുക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതും 86% ഇപ്പോൾ ലിങ്കേജും നിൽക്കുന്നതും. ജില്ലയിൽ തന്നെ 3ാം സ്ഥാനമാണ് ലിങ്കേജിൽ ഞങ്ങൾക്കുള്ളത്. പിന്നെ നമ്മുടെ മൈക്രോ സംരംഭങ്ങളുണ്ടല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇന്നോവേറ്റീവായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 120 മൈക്രോ സംരംഭം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ. അതിൽ ഞങ്ങൾക്ക് ഈ വർഷം എടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് പേപ്പർ ബാഗ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് അവർക്ക് ലോൺ 1 ലക്ഷം ലോൺ എടുത്തിട്ട് മെഷീനറി മേടിച്ച് ഞങ്ങളത് ഉദ്ഘാടനത്തിന് തന്നെ ട്രെയിനിങ് കൊടുത്ത് ഉദ്ഘാടനത്തിന് തന്നെ ഞങ്ങൾ വിളിച്ചത് വ്യാപാരി വ്യവസായിയുടെ പ്രസിഡൻറ്റിനെ വിളിച്ചത്. അപ്പോൾ അന്ന് തന്നെ അവർ ഒരു 1000 കവറാണ് ഇവർക്ക് ഓഫർ ചെയ്തത്. പിന്നെ തൊട്ടടുത്ത കടകളിലും അവർക്ക് ഓഫർ കൊടുത്തിട്ട് നല്ല ഒരു യൂണിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടങ്ങിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മിനി വ്യവസായ കേന്ദ്രം എന്ന് പറഞ്ഞൊരു കെട്ടിടങ്ങൾപ്പുണ്ട്. അതിനകത്തൊരു മുറിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അവർ 12 പേരടങ്ങുന്ന ഗ്രൂപ്പ് നല്ല ഭംഗിയായിട്ട് പേപ്പർ വർക്ക് നടത്തുന്നുണ്ട്. ഒരു പലചരക്ക് കട തുടങ്ങി. അത് ഞാനാണ് ഒരു 3 മാസം മുന്നേ ചെന്ന് ഉദ്ഘാടനം നടത്തി പോന്നു. അപ്പോൾ ശരിക്കും ആ ഉദ്ഘാടനം ഇപ്പോൾ അതിൻ്റെ ഏരിയ ഒരു അത്ര നല്ല ഏരിയ അല്ലായിരുന്നു. ആൾക്കാർ വീട് കുറവുള്ള, പക്ഷേ കടകളിലത്ര ഏരിയ ആയിരുന്നു. ഉദ്ഘാടനം ചെയ്ത് പോകുന്ന ഒരു 2 ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ അതിൽ പോയിപ്പോൾ കട കുറേ വിപുലീകരിച്ച് കുറേ ആൾക്കാരും നിറച്ച ആൾക്കാർ ആ കടയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞാനും പ്രസിഡൻ്റൊക്കെ വണ്ടിക്കയിൽ പോകുമ്പോൾ കണ്ട നിറച്ച ആൾക്കാരും പഴങ്ങളും പച്ചക്കറികളും എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ആ കട വളരെ വിപുലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈക്രോ സംരംഭങ്ങൾ നമ്മൾ ട്രെയിനിങ് കിട്ടിയ 7 തയ്യൽ ഗ്രൂപ്പുകൾ ഈ വർഷം നമുക്ക് ലോൺ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ യൂണിറ്റ് ഇട്ടിട്ട് കടകൾ വാടകയ്ക്ക് എടുത്ത് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ പശു വളർത്തൽ ഉള്ളവരുണ്ട്. ചിപ്സ് എന്നുണ്ടെങ്കിൽ ചിപ്സ് യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പപ്പടം 2 യൂണിറ്റ് നമ്മൾ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പാക്കറ്റ് തരാവുന്ന രീതിയിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ഏത് മാർക്കറ്റിലും കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള പപ്പടം യൂണിറ്റ് 2 നമുക്കുണ്ട്. പിന്നെ ഒരു അച്ചാർ യൂണിറ്റിൽ 50 കിലോ വെച്ചിട്ട് നമുക്ക് ഒന്നിടട്ട ദിവസങ്ങളിൽ 50 കിലോ ഒരു കമ്പനിക്കാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ നല്ലൊരു അച്ചാർ യൂണിറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവർ തന്നെ പഴം സംസ്കരണ പ്ലാന്റ് തുടങ്ങാൻ ആ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ബ്യൂട്ടീഷ്യൻ തുടങ്ങിയിട്ടുണ്ട്. 2 കട നമുക്ക് സ്ത്രീകളുടെ ബ്യൂട്ടീഷ്യൻ കൊണ്ട് ചെറിയ ചെറിയ പരിപാടികൾ നടക്കും. ഈ കുടുംബയോഗങ്ങൾ, വാർഷികങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മുടെ കുടുംബശ്രീക്കാരുടെ സാധനം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കടയിലേക്ക് ഇടിയപ്പം, അട ഒക്കെ ഈ ഹോട്ടലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കി ഹോട്ടലിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ നമുക്ക് സംരംഭം എന്ന് പറഞ്ഞാൽ നല്ലൊരു മേഖലയാണ് അന്നമനട. പിന്നെ അതുപോലെ ഈ വാൽവിൻ്റെ ഒരു എടുത്ത് ചെയ്യുന്നത് കേട്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും? അത് മിൽക്ക് കൺട്രോള് മേൽഡൂർ നടക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് അവർ കൊണ്ടു കൊടുക്കുകയാണ്. അതിനെ അസംബ്ലി ചെയ്ത് കൊടുക്കുന്നൊരു യൂണിറ്റാണ് വാൽവുകളുടെ. അത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് കയറ്റിയിരിക്കുന്നത്. അവിടെ 9 പേരടങ്ങുന്ന 2 സെക്ഷനായിട്ടാണ് അവർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ഒരു കുറേ വർഷങ്ങളായി അവർ തുടങ്ങിയിട്ട് അവർക്ക് ഒരു 9,000 രൂപ വരെ നല്ല വർക്ക് കിട്ടും. അവർക്ക് പീസ് വർക്കാണ്, വർക്കിനനുസരിച്ച് അവർക്ക് സാലറി. ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ നമുക്ക് കുറേ സംരംഭകരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആട്, പശു, പോത്ത് വളർത്തൽ,
അങ്ങനെ ഒരു 180ഓളം 200-ൻ്റെ അടുത്ത് ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. അവർ ഒരു 81 പേർക്ക് നമുക്ക് ഈ പ്രാവശ്യം ലോൺ കിട്ടുകയും അവർ സമരം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 103 അപേക്ഷ നമ്മൾ ഈ പ്രൊജക്റ്റ് തയ്യാറാക്കി മെഷീനിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാർഷിക മേഖലയിലെ സംരംഭകത്വം എന്തൊക്കെയാണ്? JLGകളൊക്കെ ഉണ്ടാവില്ലേ? അതിനെക്കുറിച്ച് JLGയിൽ നമുക്ക് 62 ഗ്രൂപ്പാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ചില വാർഡിൽ കുറവാണ്, ചില വാർഡിലനുസരിച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ പറഞ്ഞ 100 ഏക്കർ ആണ് ഞങ്ങൾ കോഴിക്കോട് കഴിഞ്ഞ വാർഷികത്തിൽ പോയപ്പോൾ നമ്മൾ ആക്ഷേപം തയ്യാറാക്കി കൊടുത്തിട്ട് ഞാൻ 100 ഏക്കർ പറഞ്ഞത്. ആ 100 ഏക്കർ നമുക്ക് ഈ വർഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പച്ചക്കറികളുണ്ട്, വാടിയുണ്ട്, കൊള്ളിയുണ്ട്, നെൽകൃഷിയാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. 2 ഗ്രൂപ്പ് 15 ഏക്കർ വെച്ചിട്ട് 30 ഗ്രൂപ്പ് 2 ഗ്രൂപ്പായിട്ട് തന്നെ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം നെല്ല് കഴിഞ്ഞിട്ട് മുതിരയും എള്ളും ഒരു ഗ്രൂപ്പ് ചെയ്തു. കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നമുക്കൊരു FFC രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബശ്രീ കീഴിൽ. അതിനൊരു 50,000 നമുക്കിപ്പോൾ മിഷനറിക്ക് തന്നിട്ടുണ്ട്. മിഷനറി സ്പ്രെയർ, പിന്നെ ഈ വാഴയ്ക്ക് കുഴിയെടുക്കുന്ന മിഷനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 10,000 മുന്നേ ഞങ്ങൾക്ക് തന്നു. അതിൻ്റെ ഫർണിച്ചർ വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, മിഷൻ സഹായിച്ചു. പിന്നീട് നമുക്കിപ്പോൾ ഈ പഞ്ചായത്തിന് ഫണ്ട് വെച്ചിട്ട് ഒരു നടീൽ മിഷൻ നമുക്ക് തന്നു ഈ വർഷം. അതിന് ഒരു 10-12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ആ ഗ്രൂപ്പിന് ഹരിത എന്ന് പേരിട്ട് അവർക്ക് കൈയിലേക്ക് ആ മിഷനെ കൈമാറി കഴിഞ്ഞു. നമ്മൾ ഈ ഹരിതയിലെ വനിതകൾ പട്ടികജാതി വനിതകളാണോ? രണ്ടുണ്ട്, പട്ടികജാതിയുണ്ട്, ജനറലുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ കൃഷി ഓഫീസ് വഴിയായിട്ട് നമുക്ക് ഹരിതശ്രീ എന്ന് പറഞ്ഞ ഗ്രേഡ് ക്ലസ്റ്റർ വരെ രൂപീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ സംഘകൃഷി ഗ്രൂപ്പുകളിൽ നിന്നായിട്ട് 20 പേരടങ്ങുന്നൊരു ക്ലസ്റ്റർ രജിസ്റ്റർ ചെയ്തു. തൃശ്ശൂർ രജിസ്ട്രേഷൻ നടത്തി പ്രവർത്തിക്കുന്നു. അത് ഗവൺമെൻറ്റിൽ നിന്നാണ് ഞങ്ങൾക്കൊരു 6,30,000 രൂപ നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. അത് ഉദ്ദേശം നഴ്സറി ചെയ്യാം. നഴ്സറി ചെയ്തിട്ട് ആ പച്ചക്കറി തൈകൾ നമുക്ക് വാർഡുകളിലേക്ക് കുടുംബശ്രീ അംഗങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ തിരിച്ചു വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ വിപണന കേന്ദ്രമായിട്ട് കൃഷി ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ കൃഷി ഓഫീസറും ഞാനിപ്പോൾ CDS ചെയർപേഴ്സൺ പ്രസിഡൻറ്റും ഒരു വേറെ സംഘകൃഷിയുടെ കൺവീനറുമായിട്ടുള്ള ഒരു അക്കൗണ്ട് ചേർന്ന് അതിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് തന്നെ നഴ്സറിക്ക് വേണ്ട ഷെഡ് റെഡിയാക്കണം, കിണർ കുത്തണം, സ്ഥലം ഒരാൾ ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് അന്നമൻ്റെ ജംഗ്ഷനിൽ തന്നെയാണ് ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ടുണ്ടാവും. അത് വിജയിപ്പിക്കണം. വിജയിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയും പറയാവുന്ന നല്ലൊരു സംരംഭമാക്കി ഞങ്ങൾക്കത് കൃഷിയുടെ മേഖലയ്ക്ക് ഞങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ നിലയിൽ നമ്മൾ തരിശു നിലങ്ങളുടെ പറഞ്ഞില്ലേ, ഏകദേശം നമുക്ക് എത്ര ഹെക്ടർ തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഈ വർഷം നമ്മളൊരു 30 ഏക്കർ തരിശു നിലം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏക്കർ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കഴിഞ്ഞ വർഷം ചെയ്ത സ്ഥലങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യുക ചെയ്തത്. പിന്നെ അടുത്ത വർഷം നമ്മളൊരു പാടം ഒന്നിച്ചെടുത്ത് പണിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു 60 ഏക്കറോളത്തോളം വരും ഒരു പാടം കിടക്കുന്നുണ്ട്. അത് വെള്ളക്കെട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉദ്ദേശിച്ചത് നടന്നില്ല. ഈ വർഷം അത് എടുത്തിട്ട് ഞങ്ങൾക്ക് മുൻകൂട്ടി ആൾക്കറിയുന്നത് അവരുടെ സമ്മതപത്രമൊക്കെ വാങ്ങിച്ച് കൃഷി ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മെഷീനറി കിട്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിന് കുടുംബശ്രീക്കാരെല്ലാവരും തയ്യാറായിട്ടുണ്ട് ചെയ്യാനായിട്ട്. കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ ഒരു ആത്മാവെന്ന് പറയുമ്പോൾ ആശ്രയ പദ്ധതിയാണ്. ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി സഹായിച്ചവരുടെ കാര്യങ്ങളൊന്ന് പറയല്ലേ? 2ാം ഘട്ട പ്രൊജക്റ്റ് നമ്മൾ അയൽക്കൂട്ട തലത്തിൽ നിന്ന് എടുത്തിട്ട് ADS തലത്തിൽ വെരിഫിക്കേഷൻ ചെയ്ത് അതിൽ നിന്ന് CDSൽ വന്നിട്ട് മെമ്പർമാരടക്കം ഇരുന്നും കൊണ്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല ഗുണഭോക്താക്കളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങളൊന്ന് സർവേ നടത്തി 73 കുടുംബങ്ങളെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സാക്ഷ്യം കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് കഴിഞ്ഞ മുൻ വർഷത്തെ ആശ്രയ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫണ്ട് കുറച്ചും കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. അതിലിപ്പോൾ 2 വീട് ഞങ്ങൾ കഴിഞ്ഞ വർഷം പണിത് കൊടുത്തു. ആ വാർഡിലെ മെമ്പറും CDSും കൂടിയിട്ട് അവർക്ക് ഫണ്ട് മുൻകൂർ മെമ്പർമാരും ഞങ്ങളോട് കണ്ടെത്തിയിട്ട് ഇവിടുത്തെ ഫണ്ട് പിന്നീട് കൊടുക്കുള്ളൂ. അപ്പോൾ മുൻകൂർ കാശെടുത്ത് അവർക്ക് കെട്ടിട ഫണ്ട് കൊടുത്തു. ഒരു ക്ലബിൻ്റെ സഹായത്തിൽ കുറച്ച് ഫണ്ട് അവർക്ക് സ്പോൺസർ ചെയ്യിച്ച് 2 വീട് ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇവിടെ ബാലപാർലമെൻ്റ് ഉണ്ട്. അപ്പോൾ ബാലസഭാ പ്രവർത്തനങ്ങൾ, ബാലസഭ ക്യാമ്പ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. ബാലസഭയ്ക്ക് ഞങ്ങൾ ഈ വർഷം ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം അത് ഞങ്ങളിപ്പോൾ CDS തലത്തിൽ മിഷൻ പറയുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഞങ്ങൾ ചെയ്ത് ഡോൾ മേക്കിംഗ് കൊടുത്തു, ഫ്ലവർ മേക്കിംഗ് ചെയ്തു, കമ്പ്യൂട്ടർ പരിശീലനം. അതായത് ഞങ്ങൾ അഡ്വാൻസ് CDS കാശ് എടുത്തിട്ട് 20,000 രൂപ ഫണ്ട് ചെലവഴിച്ചും കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് അംഗീകൃത ഒരു സ്ഥാപനത്തിൽ സമീപിച്ച് സർട്ടിഫിക്കറ്റ് അടക്കം 60 മണിക്കൂർ
ദൈർഘ്യമുള്ള ഒരു കോഴ്സ് അവർക്ക് കൊടുത്ത കമ്പ്യൂട്ടറിൻ്റെ. അത് പൈത്തൺ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വിളിച്ചിട്ട് അവർക്കത് ഭയങ്കര സന്തോഷം. കാരണം സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുക, അവർ മൗസ് പിടിച്ചിട്ടുള്ള കീബോർഡ് തൊട്ടിട്ടൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല. കീബോർഡ് തൊട്ട് അവർക്ക് നന്നായിട്ട് പഠിപ്പിച്ചു നല്ല മാഷന്മാരാണ് ഞാൻ കിട്ടിയത്. അപ്പോൾ ഒരു പ്രവർത്തനം ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തത് CDCൻ്റെ അഭിമുഖത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വാർഡ് തലത്തിൽ ദ്വിദിന ക്യാമ്പുകൾ നടത്തി. കുട്ടികൾ സഹവാസ ക്യാമ്പുകൾ, പിന്നെ സാമൂഹ്യ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ പിന്നെ കുട്ടിക്കൂട്ടം, കുട്ടികൾക്കിടെ പരിപാടികൾ, പരിസ്ഥിതി മറ്റേ കാവുകൾ, കുളങ്ങൾ, പുഴകളെ കാണിക്കാവുന്ന വിധത്തിലേക്കുള്ള ഒരു പഠന യാത്ര നടത്തി. പിന്നെ നമ്മളുടെ ചരിത്രാന്വേഷണം, അന്നമൻ്റെ പഞ്ചായത്തിൻ്റെ ചരിത്രാന്വേഷണം ഞങ്ങൾ ഈ വർഷം ഒരു മെയിൻ പ്രൊജക്റ്റായിട്ട് എടുത്തിട്ട് കുട്ടികളെയും ചരിത്ര വിദ്യാർത്ഥികളെയും വാർഡിലുള്ള നമ്മുടെ വയോജനങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഇതിലെ അംഗങ്ങളെ വിളിച്ചും കൊണ്ട് വാർഡ് ADSും CDSും കൂടിയിട്ട് കുട്ടികളെ കൊണ്ടുവന്ന് ക്ലാസ് കൊടുത്തു. ഒരു ദിവസം ശില്പശാല അതെങ്ങനെയാണെന്നുള്ള പഠിപ്പിച്ച് കൊടുത്തിട്ട് അവർക്ക് ID കാർഡ് കൊടുത്ത് വാർഡുകളിലേക്ക് വിട്ടു. അവർ പോയി അമ്പലങ്ങൾ, പള്ളികൾ, കുളങ്ങൾ അങ്ങനെയുള്ള ആ സ്ഥലത്തിൻ്റെ പേര് അടക്കമുള്ള എല്ലാ രേഖകളും അവർ പഴയ കാരണന്മാരുടെ അടുത്ത് ചെന്ന് നേരിട്ട് അന്വേഷിച്ച് രജിസ്റ്റർ തയ്യാറാക്കി കൊണ്ടുവന്ന് പഞ്ചായത്തിൻ്റെ 18 വാർഡിനും കൂടി കേന്ദ്രീകരിച്ച് ഒന്നിച്ച് ക്രോഡീകരിച്ചും കൊണ്ട് ഞങ്ങൾ അതിനെ ഒരു ബുക്കാക്കി ചരിത്ര അന്വേഷണ പുസ്തകമാക്കി തവണ രജിസ്റ്റർ തയ്യാറാക്കി ഞങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ടത്. പിന്നെ നമ്മുടെ വാർഡുകളിലേക്ക് മറ്റുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം 10ാം വാർഡിൽ സ്പോർട്സ് കിറ്റ് കൊടുത്തു കുട്ടികൾക്ക്. അവർക്ക് ഒരുപാട് ആഗ്രഹം കൂടി ഞങ്ങൾക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം നമ്മൾ കുറേ നാളെ അവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു സ്പോൺസറാണ് ചെയ്തത്. ഒരു കുട്ടി 2000 രൂപയ്ക്ക് സ്പോർട്സ് കിറ്റ് വാങ്ങിച്ച കുട്ടികൾക്ക് അവിടുത്തെ ബാലസമിതിക്കാണ് കൈമാറിയത് വാർഡിൽ. അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെ പഠിപ്പിച്ച ഡോൾ മേക്കിങ്ങിൻ്റെയും ഫ്ലവർ മേക്കിങ്ങിൻ്റെയും ക്ലാസ്സുകൾ കുട്ടികൾ വാർഡിൽ ചെന്നിട്ട് അവിടുത്തെ മറ്റുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. പിന്നെ വെക്കേഷൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. വേറൊരു വാർഡിലും കൊടുത്തു. 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് 2 ദിവസം കൊടുത്തു. അവർക്ക് കുറേ പരിശീലനം കിട്ടിയ നല്ല അധ്യാപകരുടെ ക്ലാസ്സുകൾ കൊടുത്തു. അങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ ഇതവണ ഞങ്ങൾക്ക് തനതായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഒരു നിയമസഹായം കിട്ടുന്നത് ജാഗ്രതാ സമിതി വഴിയാണ്. അപ്പോൾ നമ്മുടെ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം, ജെൻഡർ കോർണർ, അതിൽ വന്നിട്ടുള്ള പരാതികൾ അതൊക്കെ എങ്ങനെയാണ്? നമ്മൾ ജെൻഡർ കോർണർ രൂപീകരിച്ചു. നമ്മുടെ ഒരു ജാഗ്രതാ സമിതി പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ചു, വാർഡ് തലത്തിൽ രൂപീകരിച്ചു. അവർ നല്ല അഡ്വക്കേറ്റിനെ വെച്ച് ഞങ്ങൾ മുന്നേ തന്നെ ഒരു ക്ലാസ് കൊടുത്തുള്ള വാർഡുകളിലും ഒരു സുനിൽ സാറിന് ക്ലാസ് കൊടുത്തു. അപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും വരുന്ന അതിക്രമങ്ങൾ എവിടെയൊക്കെ പരാതിപ്പെടാം, ആരുടെ സമീപിക്കാം, ഇതിനെന്തൊക്കെയാണ് നിയമസഭകളെന്ന് അഡ്വക്കേറ്റിന് നല്ലൊരു ക്ലാസ്സാണ് മുന്നേ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് AD സ്ഥലത്തിലേക്ക് എല്ലാവരും വിളിച്ചുകൊണ്ട് ചെയ്തത്. പിന്നെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ഇപ്പോൾ ജെൻഡർ കോർണറിലേക്ക് ഞങ്ങൾ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3 കേസുകൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒന്ന് നമ്മൾ വനിതാ സെല്ലിലേക്ക് നേരിട്ട് തൃശ്ശൂർക്ക് ഇവിടുത്തെ പോലീസ് അത്ര തന്നെ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ട് നേരിട്ട് തൃശ്ശൂർ ചെന്ന് ഞങ്ങൾ തന്നെ കൂടെ ചെന്ന് പരാതി കൊടുക്കുക ചെയ്തു. അപ്പോൾ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിപ്പ് കൊടുത്തു. ഇപ്പോൾ ആ സ്ത്രീക്കും ഒരു കുട്ടീനെ സ്ത്രീക്കെതിരെയായിരുന്നു അതൊരു പ്രശ്നമായിരുന്നത്. അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും വന്നാൽ ആ നിമിഷം റിപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് ഫുൾ പ്രൊട്ടക്ഷനും കൊരട്ടി പോലീസിന് അവർ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചു. പിന്നെ മാള പോലീസ് സ്റ്റേഷൻ ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ വാർഡിൽ തന്നെയാണ് ഒരു കുട്ടീനെ ഭർത്താവ് അങ്ങനെ സ്ഥലം അതിന് കണ്ടാൽ തന്നെ നമുക്ക് കഷ്ടം തോന്നും. എല്ലാവിടെയും പാടുകളാണ്, മുഖത്തൊക്കെ പൊട്ടിയിട്ട് ആൾ വല്ലാണ്ട് തന്നെ കൊണ്ടു ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുപ്പിച്ചു. അയാളെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ വീട്ടുകാരൊക്കെ വന്ന് ഒരുവിധം ഇപ്പം കുറച്ച് ആൾക്കാർ മാറി നിന്ന് ഇപ്പം അത് നല്ല ഒരു ഫാമിലി നന്നായിട്ട് കുടുംബമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു ആദ്യത്തെ തർക്കം വന്നിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തൊരു ആദ്യത്തെ തർക്കം ഞങ്ങൾ എടുക്കാറില്ല, ജാഗ്രതാ സമിതിയിലായാലും അത് അത്രയും തന്നെ എടുക്കാറില്ല. അതൊക്കെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടെ ചെയ്യുക. പിന്നെ 2 സ്ത്രീകൾ തമ്മിലുള്ള തർക്കങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരിട്ട് ചെന്ന് 2 കുട്ടി സംസാരിച്ചു. അതും ഒരു വിധം ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെറിയ കേസുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന് തീരാവുന്ന വിഷയങ്ങളുള്ളൂ. അതൊന്നും ഞങ്ങളങ്ങനെ ജാഗ്രതാ സമിതിക്ക് വയ്ക്കില്ല. ജാഗ്രതാ സമിതിക്ക് വെക്കേണ്ട വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. അത് അങ്ങോട്ടേക്കും കൈമാറും. പോലീസിലേക്കാണെങ്കിൽ അങ്ങോട്ട് കൈമാറുന്നു. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഇടപെടാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് വലിയ നേട്ടം. കാരണം ഇവർ കുറേ ടോൾ ഫ്രീ നമ്പറും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാമെന്നതില്ലേ നമ്മൾ ജെൻഡർ കോണിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ വിളിക്കാവുന്ന നമ്പറുകൾ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് സമയത്തും. ഇന്നലെ ഞങ്ങൾക്ക് വന്നൊരു ഫോൺ കോള്, എൻ്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുന്നു എന്നുവെച്ചാൽ നല്ല ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നു, എനിക്കെന്തിനു സംഭവിച്ചാൽ കുടുംബശ്രീ സമാധാനം പറയണമെന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ വെച്ചത് എങ്ങനെ കുടുംബശ്രീ സമാധാനം പറയണം, അവർ കുടുംബ വഴക്കാണ്. എന്നാലും ജസ്റ്റ് ഞങ്ങൾ അറിഞ്ഞ മൊക്കം ഇനി ചെന്നില്ലെങ്കിൽ കുടുംബശ്രീക്ക് ഒരു ബുദ്ധിമുട്ട് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നിട്ട് സംസാരിച്ച് ഭർത്താവ് നല്ല മാന്യമായിട്ട് ഞങ്ങളോട് പെരുമാറി വെള്ളം വേണോ ചായ വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുക ചെയ്തത്. ഇത് 2 ദിവസമായിട്ടുള്ള സംഭവം നടന്നിട്ട്.
അപ്പം പുറത്ത് അന്വേഷിക്കുമ്പോൾ സ്ത്രീയുടെ പേർക്കും കുറേ കുറ്റങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞത് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് വന്ന കുറ്റമാണോ, എല്ലാം പുരുഷന്മാരെ പീഡനമായിട്ട് ഞങ്ങളത് കാണില്ല. അപ്പം സത്യം ഞങ്ങൾ നേരിട്ട് അന്വേഷിച്ച് പറഞ്ഞത് സ്ത്രീ ഭർത്താവ് വരുമ്പോൾ നേരത്തിൽ ഭക്ഷണം കൊടുക്കില്ല, അല്ലെങ്കിൽ ഇവർ വെച്ച് കഴിക്കുന്നു, ആൾ വരുമ്പോൾ ആൾ പണി കയറി വരുമ്പോൾ ആൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അത് നമ്മൾ ആ സ്ത്രീനെയാണ് നമ്മൾ ബോധവൽക്കരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊന്നും ഭർത്താവിനെ എല്ലാം പീഡനം പറഞ്ഞ് ഭർത്താവിനെ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ പുരുഷന്മാരെ അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ സത്യം കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് പെരുമാറുക ചെയ്യുന്നത്. നമ്മൾ ഇത്രയേറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ അടുത്തിടെ തന്നെ നമ്മുടെ ഗ്രേഡിങ് നടന്നു. അപ്പോൾ ഗ്രേഡിങ്ങിന് ഒരു മെച്ചപ്പെട്ട മാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവണമല്ലോ, എങ്ങനെയാണത്? ഗ്രേഡിങ്ങിനൊക്കെ CDSന് 200-ൽ 170 മാർക്ക് കിട്ടിയത്. അതുപോലെ തന്നെ പല ദിനാഘോഷ പരിപാടികളൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, വനിതാ ദിനം, റിപ്പബ്ലിക് ഡേയുടെ ഇത്, പിന്നെ നമ്മുടെ വാർഷിക പരിപാടികൾ, അതൊക്കെ ഗംഭീരമാക്കുന്നതിന് ഉള്ള പങ്കാളിത്തമൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് പങ്കാളിത്തം നന്നായിട്ട് വരുന്നത്. നമ്മൾ എന്തറിയിപ്പ് കൊടുത്താലും കൃത്യമായിട്ട് പരമാവധി കുടുംബശ്രീക്കാർ പങ്കെടുക്കും. അതിൽ ഞങ്ങൾക്ക് ഇന്നൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 100 ആളെ പ്രതീക്ഷ 200 ആളുടെ അറ്റൻഡൻസോടെ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. വനിതാ ദിനത്തിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു ക്ലാസ്, പോലീസിൻ്റെ ഒരു ക്ലാസ് വെച്ചു, നിയമത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ദീപം തെളിയിച്ച് ഞങ്ങൾ റോട്ടിൽ സത്യപ്രതിജ്ഞ ചെല്ലലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജനുവരി 26 റിപ്പബ്ലിക്കിന് അന്ന് കുടുംബശ്രീ സമാഗമം നടക്കുമായിരുന്നു. അത് വാർഡ് തലത്തിൽ എല്ലാ കുടുംബശ്രീയിലും അന്ന് 3 മണി വരെ ക്ലാസ് എടുത്തിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞിട്ട് വാർഡ് തലത്തിൽ ഒന്നിച്ചു കൂടിയിട്ട് ആ വാർഡിലെ 10-20 കുടുംബശ്രീ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു സ്പോട്ടിൽ കേന്ദ്രീകരിച്ചിട്ട് അവിടുത്തെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലി ആ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനം നമുക്ക് വാത്സവ കുട്ടികൾ നമുക്ക് തൈകൾ തന്നു. 598 തൈകൾ ഞങ്ങൾക്ക് ഈ CDSലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് ഒരേ വാർഡിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് കുട്ടികൾക്ക് കൊണ്ടുകൊടുത്ത് ആ വാർഡുകളിൽ തൈകൾ വയ്ക്കുകയും പഞ്ചായത്ത് തലത്തിൽ ഞങ്ങൾ അതിൻ്റെ ഒരു നല്ലൊരു സംഘാടനം നടത്തുകയും CDS നേതൃത്വത്തിൽ കുട്ടികളത് മരം നട്ടു എന്ന് ഉറപ്പുവരുത്തി. കാരണം നമ്മൾ പൊതുസ്ഥലങ്ങളിൽ വയ്ക്കുമ്പോൾ കുറേ നമുക്ക് നശിച്ചു പോകും, സാമൂഹ്യദ്രോഹികളും അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ തിന്നു പോകും. ഇതൊരു കുട്ടിക്ക് വീട്ടിൽ കൊടുക്കുമ്പോൾ എന്തായാലും അവരതിനെ സംരക്ഷിച്ചിരിക്കും. അപ്പം ഈ മരത്തിനൊരു പേരിട്ട് അതിനെ വളർത്താനും അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ അറിയിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിള്ളേർ ഭയങ്കര സന്തോഷത്തോടെയാണ്. അന്നിവിടെ ക്ലാസ് നടക്കണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ക്ലാസ് നടക്കുന്നത്. എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോ തൈക്കളായിട്ട് വളരെ സന്തോഷത്തോടെ വീട്ടിൽ പോയത് ഇല്ലാത്ത പാട്ട് ഞങ്ങൾ എത്തിച്ചു കൊടുത്ത് ആ പരിപാടി ഞങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് വിഭാവനം ചെയ്യും വിധം മണ്ണ്, ജലം, ജൈവസമ്പത്ത് ഇവയുടെ ഫലപ്രദമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. സ്പോർട്സ് മേഖലയിൽ അന്നമടയിലെ ഒരു സ്പോർട്സ് അക്കാദമി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വോളിബോളിൽ, ഫുട്ബോളിൽ, അത്ലറ്റിക്സിൽ മികച്ച പരിശീലനം നൽകുന്ന പാട്യാല ദേവസ്യയെ പോലുള്ള ഒരു കാലത്ത് കേരളത്തിൻ്റെ ഫുട്ബോൾ രംഗത്തെ നമ്മുടെ കേരളത്തിൻ്റെ ജേഴ്സി അണിഞ്ഞ, ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ പട്യാല ദേവസ്യയെ പോലുള്ള പ്രഗത്ഭരായ കോച്ചുമാരുടെ ശിക്ഷണത്തിൽ തന്നെ ഇവിടെ സ്പോർട്സ് അക്കാദമി പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫിഫയുടെ അംഗീകാരമുള്ള ഒരു സെഫ്റ്റിൻ്റെ ഒരു ബാച്ച് പ്രവർത്തിക്കുന്ന ഏക പഞ്ചായത്ത് അന്നമടയിൽ തന്നെയാണ്. ഫുട്ബോളിൽ 9 വയസ്സ് പ്രായമുള്ള കുട്ടികളെ അവരെ ഒരു ടെസ്റ്റ് നടത്തി 25 കുട്ടികളെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമായ തുടർ പരിശീലനങ്ങൾ നൽകി വിദേശങ്ങളിലോ നമ്മുടെ സംസ്ഥാനത്തോ എല്ലാം പോയി കളിക്കുന്നതിനും അവർക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സെഫ്റ്റിൻ്റെ ഒരു ബാച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേഡിയം നവീകരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഹുമാന MLA TN പ്രതാപൻ്റെ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ അനുവദിച്ചു.
ഇനി അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി 75 ലക്ഷം രൂപ കൂടി അനുവദിക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ പഞ്ചായത്തിൻ്റെ വിസ്തീർണം 25.8 കിലോമീറ്ററാണ്. കഴിഞ്ഞ വർഷത്തെ സെൻസസ് പ്രകാരം 28,728 ജനസംഖ്യ. SC തന്നെ 3,172 കുടുംബങ്ങൾ ഇതിലുണ്ട്. 96% സാക്ഷരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ്. ശരിക്കും ആക്ച്വലി 100% പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഇതുപോലെ തന്നെ ഈ സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമമായിട്ട് ഈ പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ 4,56,00,000 രൂപയാണ് പദ്ധതി തുകയ്ക്ക് വേണ്ടി ചെലവഴിച്ചേക്കുന്നത്. 4,56,00,000 ഈ 100% ചെലവഴിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് 18 വാർഡുകളാണുള്ളത്. ഞാൻ 2012 വരുമ്പോൾ ഏകദേശം 2,27,00,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പദ്ധതി തുകയുടെ 92% ചെലവഴിച്ച മികച്ച പഞ്ചായത്തുകളാണ് ഒന്ന്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ നമ്മുടെ ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണവും വാർഡ് മെമ്പർമാരുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ സംബന്ധിച്ച്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റിനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ നല്ല വികസനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് ഇന്ദിരാ ദിവാകരൻ. എൻ്റെ വാർഡിൻ്റെ പേര് ആലത്തൂർ. അന്നമന ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡ്. 500 കുടുംബങ്ങളുണ്ട്. ഒരു കാർഷിക ഗ്രാമമാണ് ആലത്തൂർ. അധിക പേരും കർഷകരാണ്. നെൽവയലുകളാണ് അധികം ഉള്ളത്. പച്ചക്കറി കൃഷി ചെയ്യുന്നു. ജാതി കൃഷി ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ് ആലത്തൂർ. ഒരു 300 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. അതായത് 108 ദേവാലയങ്ങളിൽപ്പെട്ട ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം ഹനുമാൻ്റെ സാന്നിധ്യമുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അതെന്താണ്? പ്രധാനമായിട്ട് ഇവിടെ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. ഉപദേവന്മാരായിട്ട് മണ്ഡപത്തിൽ ഹനുമാനുണ്ട്, മംഗളഗണപതി, അതുപോലെ തന്നെ ദമ്പതി ശാസ്താവ്, പിന്നെ ശ്രീചക്രം, സുദർശനമൂർത്തി എന്ന് പറയും. അത്രയുമാണ് പ്രധാനപ്പെട്ട ഉപദേവന്മാർ. പിന്നെ പുറത്തായിട്ട് സർപ്പക്കാവുണ്ട്. സാധാരണയായി എല്ലാ വ്യാഴാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കാണ് പ്രാധാന്യം. ഇവിടെ മംഗളഗണപതി എന്ന മൂർത്തിക്ക് മംഗല്യപൂജ നടത്തി വിവാഹ കാര്യ സിദ്ധിക്ക് വേണ്ടി ധാരാളം കുട്ടികൾ വധുവരന്മാർ ഇവിടെ വരുന്നുണ്ട്. അവരുടെ മംഗല്യ സിദ്ധി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ഒരു കുടുംബക്ഷേത്രമാണത്, കല്ലട ഭഗവതി ക്ഷേത്രം. പിന്നെ 100 വർഷം പഴക്കമുള്ള ഒരു സെൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ സ്ഥിതി ചെയ്യുന്നു. അവിടെ ധാരാളം ആൾക്കാർ പഠിച്ചിറങ്ങിയ ഒരു സ്കൂളാണ്. വളരെയധികം അധ്യാപകരും ഡോക്ടർമാരും എൻജിനീയർമാരും ഉള്ളൊരു സ്ഥലം തന്നെയാണത് ആലത്തൂർ. പിന്നെ 2-3 അംഗൻവാടി ഉണ്ട്. സമുന്നയ കൾച്ചർ ഫോറം എല്ലാ വർഷവും അവിടെ ഗ്രാമോത്സവം തുടർച്ചയായി ഒരു 15 വർഷത്തോളം ഗ്രാമോത്സവം നടത്തിയ ആലത്തൂരിൻ്റെ സാംസ്കാരിക ചരിത്രം തന്നെ അതിൽ കൂടെ തെളിയിച്ചൊരു സമുന്നയ കൾച്ചർ ഫോറമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതിരിൽ തന്നെ മാള പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്കാമറമ്പ് ദേശത്തിൻ്റെ ഉത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയും കൂടി ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ്. മുൻകാലങ്ങളിലെ മെമ്പർമാരായ UT ആൻ്റണി, ആനി ജോർജ്, TK ഗോപി എന്നിവർ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വാർഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ വലിയ വെല്ലുവിളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരു കുമ്പിടി സമര നായകൻ, ഒരു കർഷക നേതാവുണ്ട്. അതായത് കൃഷിക്കാരന് കൃഷിഭൂമി എന്ന കർഷക സമരത്തിൽ പങ്കെടുത്തൊരു ചരിത്ര നായകനാണ്. VP അറുമുഖൻ എന്നാണ് പേര്. വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ മൊത്തം വികസനത്തിലാണ് ഞാൻ ശ്രദ്ധ ചെലുത്താറ്. എങ്കിലും വാർഡിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ്. കൃഷികാര്യായാലും കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ കൃഷിക്കാണ് മുൻതൂക്കം. ജാതി കർഷകരാണ് അധികം. അപ്പം ജാതിക്ക് വേണ്ട വളം കൊടുക്കൽ, അതേപോലെ തന്നെ മാലിന്യ വിമുക്ത കേരളം എന്നുള്ളൊരു പദ്ധതിക്ക് വേണ്ടി ബയോഗ്യാസ്, പൈപ്പ് കമ്പോസ്റ്റിന് വേണ്ടി പൈപ്പ് കൊടുക്കൽ, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്ന ഒരു പ്രദേശമാണ്. ഞാൻ ഷീബ പോള്. എൻ്റെ വാർഡ് 2 അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് 2-ാം വാർഡ് സ്ഥിതി ചെയ്യുന്നത്. വെണ്ണൂർ നോർത്ത് എന്നാണ് വാർഡ് അറിയപ്പെടുന്നത്. ഏകദേശം 450ഓളം വീട്ടുകാരാണ് വാർഡിൽ ഉള്ളത്. അതിൽ ക്രിസ്ത്യൻ മേഖലയാണ്. ഏകദേശം ഒരു 39 വീട്ടുകാരോളം SC കുടുംബാംഗങ്ങളുണ്ട്. ജാതി, വാഴ, തെങ്ങ് ഇവയ്ക്കെല്ലാം പുറമെ വെറ്റില കൃഷിയും ചെയ്യുന്ന കർഷകരുണ്ട്. ഈ കർഷകർക്കെല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് എൻ്റെ വാർഡിൽ എടുത്തു പറയുന്ന കാര്യം
മാള ഇറിഗേഷൻ്റെ കീഴിലുള്ള വെണ്ണൂത്തുറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. വെണ്ണൂർക്കാരുടെ ഏറ്റവും അനുഗ്രഹപ്രദമായ, അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു മാതാവിൻ്റെ പള്ളി, വെണ്ണൂർ പള്ളിയുടെ ഒരു കപ്പേള, സെൻറ്റ് ആൻ്റണീസ് ചാപ്പൽ എന്നറിയപ്പെടുന്ന ഒരു കപ്പേള എൻ്റെ വാർഡിൻ്റെ അതിർത്തിയിലുണ്ട്. അതുകൂടാതെ SNDP ആലത്തൂർ ശാഖ മന്ദിരവും KPMSൻ്റെ ആലത്തൂർ ശാഖ യൂണിറ്റും എൻ്റെ വാർഡിൻ്റെ പരിധിയിലുണ്ട്. മാമ്പ്ര PHCയുടെ കീഴിലുള്ള ഒരു സബ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വെണ്ണൂർ, മേലടൂർ, ആലത്തൂർ ഭാഗങ്ങളിലെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് കർഷകരുടെയും മുഖ്യ ധനകാര്യ സ്ഥാപനമായ വെണ്ണൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 2ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാന്യനായ MLA TN പ്രതാപനും MP ശ്രീ KP ധനപാലനും നമ്മളുടെ 2ാം വാർഡിൻ്റെ വികസനത്തിനായിട്ട് എല്ലാം നമുക്ക് ധാരാളം ഫണ്ടുകളെല്ലാം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 71ാം നമ്പർ അംഗനവാടി ICDSൻ്റെ കീഴിലുള്ള ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പേര് സുനിത സജീവൻ. എൻ്റെ വാർഡ് 3. വാർഡിൻ്റെ പേര് വെണ്ണൂർ സൗത്ത്. അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വാർഡിൽ 450ഓളം കുടുംബങ്ങളുണ്ട്. അതിൽ ക്രിസ്ത്യൻ, ഹിന്ദു മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ 125ഓളം പട്ടികജാതി കുടുംബാംഗങ്ങളാണുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വാർഡിൽ ഒരു സ്കൂൾ, ഗവൺമെൻറ് മേലടൂർ LP സ്കൂൾ വർക്ക് ചെയ്യുന്നു. 2 അംഗൻവാടികളാണുള്ളത്. മേലടൂർ 66ാം അംഗൻവാടിയും പട്ടികജാതി കോളനിയിൽ ഒരു അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന 68ാം അംഗൻവാടിയാണുള്ളത്. 3 അമ്പലങ്ങളുണ്ട്. ഒന്ന് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ നാരായണകുളങ്ങര ദേവീക്ഷേത്രവും വിശ്വകർമ്മ വക അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെൻറ്റ് മേരീസ് ചർച്ച് പള്ളി സ്ഥിതി ചെയ്യുന്നു. കലാകാരന്മാരിൽ എടുത്തു പറയാവുന്നത് പഴയകാല പാക്കനാർ വാദ്യം എന്ന കലാരൂപം ഇന്ന് എൻ്റെ വാർഡിൽ 2 വ്യക്തികളാണ് കൊണ്ടു നടക്കുന്നത്. അതിലൊന്ന് VV ഷൺമുഖൻ വെളുത്താട്ടും അയ്യപ്പൻ വെളുത്താട്ടും. MLA TN പ്രതാപൻ അവരുടെ താല്പര്യപ്രകാരം പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി KP അനിൽകുമാർ മന്ത്രിയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും 1 കോടി രൂപ IHTP കോളനി സ്വയം പര്യാപ്തത ഗ്രാമമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് VP സദാനന്ദൻ. ഞാൻ അന്നമനട ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൻ്റെ പേര് അന്നമനട വെസ്റ്റ്. അന്നമനട ടൗണിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ വാർഡ്. ഈ പഞ്ചായത്തിൻ്റെ ഒരു പഴയ കാല മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് പഞ്ചായത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതിരിക്കുന്നത്. ഈ പഞ്ചായത്ത് കോംപ്ലക്സിലാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫീസും അന്നമനടയിലെ ട്രഷറിയും രജിസ്റ്റർ ഓഫീസും വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ പുതിയതായി പണിത കെട്ടിടത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല മാവേലി ലാഭം സ്റ്റോറും കൂടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വഴിയോര മത്സ്യക്കച്ചവടക്കാരായ ആളുകളെ അവിടെ നിന്ന് മാറ്റി ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കെട്ടിടം പണിത് നമ്മളവരവിടെ പുനരധിവസിപ്പിച്ച് മത്സ്യ മാർക്കറ്റ് നടത്തി വരികയാണ്. ഈ വാർഡിൽ ആണ് ആര്യംപറമ്പ് ലക്ഷം വീട് കോളനി സ്ഥിതി ചെയ്യുന്നത്. ഒരു ദേവാലയമുള്ളത് ക്രിസ്തുരാജ ദേവാലയം ആണ്. പിന്നെ 2 അംഗൻവാടികളുണ്ട്. ഒന്ന് ആര്യംപറമ്പിലും, അത് പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്ന ഒരു അംഗൻവാടിയാണ്. അതുപോലെ തന്നെ വേറൊരു അംഗൻവാടി, അത് വേറൊരു സ്ഥലത്ത് സ്വന്തമല്ലാത്തൊരു കെട്ടിടത്തിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുഴവലിപ്പറമ്പൻ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പഞ്ചായത്തിന് സൗജന്യമായി തന്ന 7.25 സെൻറ്റ് സ്ഥലത്ത് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓട്ടിസം സെൻറ്റർ ഇവിടെ പുതിയ കെട്ടിടം പണിത് അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറ്റാനും ആ സ്ഥലത്തേക്ക് ഒരു പുതിയ റോഡും കൂടി ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് പഞ്ചായത്ത്. എൻ്റെ പേര് സതീദേവി. ഞാൻ അന്നമനട ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് മെമ്പറാണ്. ഈ വാർഡ് അന്നമനട ടൗൺ വാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. അന്നമനട പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ വാർഡിൻ്റെ കിഴക്ക് ഭാഗത്തു കൂടി മനോഹരമായ ചാലക്കുടി പുഴ ഒഴുകുന്നുണ്ട്. തെക്ക് ഭാഗത്ത് വളരെയധികം പുരാതനമായ ഒരു മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. വർഷത്തിൽ 10 ദിവസം വളരെ ഗംഭീരമായ ഉത്സവം നടന്നു പോരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് വളരെയധികം വിസ്തൃതിയുള്ള ഒരു മണൽത്തിട്ടയുണ്ട്.
ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കൊല്ലം തോറും ശിവരാത്രി വളരെ ഗംഭീരമായി നടന്നു വരുന്നു. അങ്ങനെ എന്തുകൊണ്ടും വളരെ കീർത്തി കേട്ട ഒരു ക്ഷേത്രമാണ് അന്നമനട മഹാദേവ ക്ഷേത്രം. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിൽ ഒരു ഗവൺമെൻറ് UP സ്കൂൾസ് ഉണ്ട്. പനമ്പള്ളി ഗോവിന്ദമേനോൻ പഠിച്ച സ്കൂളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും പഴക്കമുണ്ട് ആ സ്കൂളിന്. ഇതുകൂടാതെ 3 മുസ്ലിം പള്ളികൾ നമ്മുടെ ഈ വാർഡിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനോട് തൊട്ടടുത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും ഈ വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ 40ഓളം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാവേലി സ്റ്റോറ്, ത്രിവേണി സ്റ്റോറ്, നീതി സ്റ്റോറ് തുടങ്ങിയ സ്ഥാപനങ്ങളും നമ്മുടെ ഈ വാർഡിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ വലിയൊരു പ്ലേ ഗ്രൗണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അത് സ്റ്റേഡിയം കെട്ടിയിട്ട് മുഴുവനായിട്ടില്ല. അതിനും 75 ലക്ഷം രൂപയോളം MLA അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സിന്ധു ജയൻ. ഞാൻ 6-ാം വാർഡ് വാളൂരിലെ മെമ്പറാണ്. ചാലക്കുടി പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എൻ്റെ ഗ്രാമം. അവിടെ വിദ്യാഭ്യാസപരമായി ധാരാളം പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ക്യാമ്പുകളും അതുപോലെ തന്നെ പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വാർഡിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വാർഡിലെ ഒരു വായനശാല, A ഗ്രേഡ് വായനശാലയായി ഒരു വായനശാല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വാർഡിലാണ് തൃശ്ശൂർ ജില്ലയിൽ 2ാമത്തെ ഓട്ടിസം സെൻറ്റർ നിലകൊള്ളുന്നത്. വാളൂർ പുഴയോര ഫെസ്റ്റ് 2 വർഷം കഴിഞ്ഞു. 3ാമത്തെ വർഷം ഇപ്പോൾ ആഘോഷിക്കാൻ പോകുന്ന ഒരവസരമാണ്. കൃഷിക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ വാളൂർ തോടിൻ്റെ 5 ലക്ഷം രൂപ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വാളൂർ തോടിൻ്റെ നവീകരണം നടത്താനായിട്ട് സാധിച്ചു. തരിശായി കിടക്കുന്ന പരമാവധി കൃഷിസ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ വെസ്റ്റ് കൊരട്ടി 7-ാം വാർഡിലെ മെമ്പറാണ്. വളരെ സാധാരണക്കാർ തിങ്ങി പാർക്കുന്ന ഏരിയയാണ്. 500 കുടുംബങ്ങളോളം വരും. 10,500 പരം വോട്ടർമാരുള്ള ആ ഗ്രാമം വളരെ കാർഷിക മേഖലയിൽ കൃഷിയാണ് അവരുടെ പ്രധാനമായ തൊഴിൽ. ഇറിഗേഷൻ സൗകര്യങ്ങളുണ്ട്. കുടിവെള്ളത്തിന് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. മുസ്ലിം പ്രാതിനിധ്യം കുറവാണെങ്കിലും ഒരു പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, 2 അമ്പലങ്ങളുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങളായിട്ട് അംഗനവാടികൾ, കൃഷിഭവൻ, സൊസൈറ്റിയുടെ ഒരു ബാങ്കിൻ്റെ ഒരു ശാഖ വന്നിട്ടുണ്ട്. വാളുപ്പാടം ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വളരെ നന്നായി കൃഷി ചെയ്ത് ഒരേ നിരപ്പിൽ കിടന്നിരുന്ന പാടശേഖരമായിരുന്നു. അതിനെ ഓട്ട് കമ്പനികളിലും ഇഷ്ടിക കളക്കാരും കൂടി മണ്ണെടുത്ത് ഒത്തിരി കുഴികളും കാര്യങ്ങളുമായി ഇന്നിപ്പോൾ പാടത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ പേടിപ്പെടുത്തുന്ന ഒരു ഇതുപോലെ വെള്ളക്കെട്ടുമായിട്ട് കിടക്കുകയാണ്. അതിനെ എല്ലാവരും ശ്രമത്താൽ അതിനെ വീണ്ടും ഒരു കൃഷിഭൂമിയാക്കി മാറ്റുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് മധുസൂദനൻ. അന്നോട ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് മെമ്പറാണ്. കൊരട്ടി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ അതിർത്തി പ്രദേശമാണ്. കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ അന്നോട പഞ്ചായത്തിലെ 8-ാം വാർഡിനെ സമ്പുഷ്ടിപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്കൂളുണ്ട്, NUPS സ്കൂൾ. പണ്ടത് തത്തമുത്ത് സ്കൂളായിരുന്നു. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ പഠിച്ചൊരു വിദ്യാലയമാണ് NUPS സ്കൂൾ. ഏറ്റവും വലിയ പഴക്കമുള്ള 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നായ മുളവള്ളിക്കാവ് ക്ഷേത്രം കുടികൊള്ളുന്നത് എൻ്റെ വാർഡിലാണ്. ഞങ്ങളുടെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായത് കൊരട്ടി പഞ്ചായത്തിനെയും അന്നമനട പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തത്തമുത്ത് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ടായിരുന്നു. ആ റോഡ് കുണ്ടും കുഴിയായിട്ട് നടക്കാൻ വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ബസ്സുകൾ നിർത്തുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പാലം, ഞാനത് മാനശാല പരിസരത്തുള്ളൊരു പാലം, ആ പാലം പൊളിഞ്ഞ് കുഴിയായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു.
അത് തുടക്കം തന്നെ വന്ന ആദ്യത്തെ ഒരു 6 മാസത്തിനുള്ളിൽ എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നേതൃത്വം കൊടുത്ത് ആ റോഡ് ടാർ ചെയ്ത് ഒപ്പം ആ പാലം പുതുക്കി പണിതപ്പോൾ ആ വാർഡിലെ ഏറ്റവും വലിയൊരു വിഷയം തീർന്ന മട്ട് തന്നെയാണ്. അത് നല്ല രീതിയിൽ പോയിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയാമെന്ന് വെച്ചാൽ 20,000 പുസ്തകങ്ങൾ നിലനിൽക്കുന്ന ഒരു ജ്ഞാനോദയ വായനശാല, തൃശ്ശൂർ ജില്ലയിലെ A ഗ്രേഡ് വായനശാല ജ്ഞാനോദയ വായനശാല. ഇനി ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം കനിവ് സാംസ്കാരിക സമിതി. നമുക്കറിയാം, സാധാരണ വയ്യാതെ കിടക്കുന്ന രോഗികളുടെ അടുത്ത് പോയി അവരെ പോയി കണ്ട് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ എത്തിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കനിവ് സാംസ്കാരിക സമിതി എൻ്റെ വാർഡിലുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഏകദേശം ഇപ്പോൾ തുടങ്ങിയിട്ട് 1.5 വർഷം ആവുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ 1 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപ പാവപ്പെട്ട രോഗികൾക്ക് ഒരു ഇതും നോക്കാതെ അവരുടെ വീടുകളിൽ ചെന്ന് അവരിൽ നിന്ന് കളക്ട് ചെയ്ത വിവരങ്ങളനുസരിച്ച് നമ്മൾ അവർക്ക് 1000 മുതൽ 5000 വരെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ശ്രീനാരായണ ക്ഷേത്രത്തിലുള്ള ഇപ്പോഴത്തെ LI സ്കീം പ്രാവർത്തികമാകുന്നതോടുകൂടി കോട്ടവളപ്പ് വരെ ഏകദേശം ആ ഭാഗത്തെ അന്നമനട പഞ്ചായത്തിലെ 8ാം വാർഡിലെ മുഴുവൻ ഭാഗത്തേക്കും വെള്ളം എത്തിക്കാവുന്ന ജലപദ്ധതിയാണ് ശ്രീനാരായണ ലിഫ്റ്റ് ഇറിഗേഷൻ. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് വാപ്പറമ്പിലെ, അതും 10-12 വർഷമായിട്ട് നിശ്ചലമായി കിടന്നൊരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിക്ക് 2 ലക്ഷം രൂപ എന്നോട് പഞ്ചായത്ത് വകയിരുത്തി ആ പദ്ധതിയും കൂടിയും ഓപ്പൺ ആവുന്നതോടുകൂടി തന്നെ കുടിവെള്ളത്തിൻ്റെ രൂക്ഷമായ ക്ഷാമം ഇല്ലാതാവുന്നൊരവസ്ഥയിലേക്ക് എത്തും. എൻ്റെ പേര് സുലോചന സുധാകരൻ. അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. എൻ്റെ വാർഡ് മാമ്പറ 9ാം വാർഡിലാണ്. 495 വീടാണുള്ളത്. കുടുംബശ്രീ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ അന്നമനടയിലെ കുടുംബശ്രീ CDSലെ ചെയർപേഴ്സണായിരുന്നു. അതുകൊണ്ട് സ്ത്രീകളുടെ ഡെയിലി ഇറങ്ങിച്ചെന്ന് അവരുടെ ക്ഷേമകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എനിക്ക് കുറേ അറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്ക് അവസരം കിട്ടി. ഇറിഗേഷൻ പദ്ധതിയുണ്ട്. കരിക്കട്ടകുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ 21 അയൽക്കൂട്ടം ആ വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ആശാവർക്കർമാരുടെ നല്ലൊരു പ്രവർത്തനമുണ്ട്. വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനമുണ്ട്. വയോജന ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പറ ഹയർ സെക്കൻഡറി സ്കൂൾ നല്ലൊരു റിസൾട്ടുള്ളൊരു സ്കൂളാണ്. ഈ പ്രാവശ്യം 100% വിജയം കണ്ടെത്താനായിട്ട് 2 ടൈമിലായിട്ട് 100% വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചു. അവിടെ അത് വിജയബേരി പഞ്ചായത്തിൻ്റെ ഒരു പുത്തൻ പദ്ധതി എന്ന നിലയ്ക്ക് വിജയബേരി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ സ്കൂളിൽ 100% വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചത്. കായിക ഇനത്തിൽ തന്നെ ആ സ്കൂളിലെ കുട്ടികൾക്ക് അവാർഡുകൾ, അതേപോലെ തന്നെ വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് ആ മാമ്പറ ഹയർ സെക്കൻഡറി സ്കൂളിൽ. കൂടാതെ ഒരു മഹാദേവ ക്ഷേത്രം എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ 2 പോസ്റ്റ് ഓഫീസുണ്ട്, ഒരു അംഗൻവാടിയുണ്ട്, പിന്നെ ഒരു PSC സബ് സെൻറ്റർ അവിടെ പ്രവർത്തിക്കേണ്ട കർഷകരാണ് അധികം. വിവിധ തരം പെൻഷനുകൾ അർഹതപ്പെട്ടതനുസരിച്ച് എല്ലാ വീട്ടുകളിലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തരിശുഭൂമികൾ തൊഴിലുറപ്പുകാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാനും പണിയെടുപ്പിക്കാനും കൃഷി ചെയ്യിപ്പിക്കാനും എന്തായാലും ഭൂമി ഉടമസ്ഥന്മാർ കർഷകർ അതിന് സന്മനസ് കാണിച്ചു. പിന്നെ പശ്ചിമ നീർത്തടത്തിൻ്റെ ഭാഗമായിട്ട് കൊറ്റിച്ചാലിനോട് ബന്ധപ്പെട്ട് കുറച്ച് വീടുകൾ ആ സർവേയിൽ പെട്ടതുകൊണ്ട് അങ്ങനെയും ചെറിയൊരു ആനുകൂല്യങ്ങൾ മേടിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് KK രവി നമ്പൂതിരി. ഞാൻ അന്നമനട പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വാർഡ് നമ്പർ 10നെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ കിഴക്കേ തെക്ക് അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയുടെ ബൗണ്ടറി ആയിട്ട് വരും. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ജാതി കർഷകരും അതുമാതിരി സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒട്ടനവധി ചെറുകിട കച്ചവടക്കാരുമുണ്ട്. പൊതുവായ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് എത്തിക്കാനും 5 ഇറിഗേഷൻ സ്കീമുകളുണ്ട്. മൈനർ ഇറിഗേഷൻ്റെ കീഴിൽ 5 ഇറിഗേഷൻ സ്കീമുകളുണ്ട്. ഈ 5 ഇറിഗേഷൻ സ്കീമുകളുടെയും കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്താനും പുതിയ കനാലുകൾ പണിയാനും അതുമാതിരി പൈപ്പ് ലൈൻ ഇട്ട് വെള്ളമെത്താത്ത സ്ഥലത്ത് മുഴുവൻ വെള്ളം എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിത് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായിട്ട് അനുവദിച്ച വിജ്ഞാനവാടി പട്ടികജാതി കോളനിയായ മാമ്പ്ര ഭൂരഹിത കർഷക തൊഴിലാളി കോളനിയിൽ തുടങ്ങാൻ കഴിഞ്ഞു. അത് വലിയൊരു നേട്ടമാണ്. ഇപ്പോൾ ഇറിഗേഷൻ സ്കീമുകൾക്ക് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ ത്വരിതഗതിയിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് ചെലവ് ചെയ്തു. 28 ലക്ഷം രൂപയുടെ ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ റോഡ്, MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപ ചെയ്ത റോഡ് പണിത് കഴിഞ്ഞു. എരയാങ്കുടി ആയുർവേദ ആസ്പത്രിക്ക് ഒരു കെട്ടിടം പണിതു. പഞ്ചായത്തിൻ്റെയും അതുമാതിരി MLAയുടെയും സഹായത്തോടു കൂടി എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ പൊതുവായ വികസനങ്ങൾക്ക് എല്ലാ വാർഡുകളിലും ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ MLAയുടെ സഹായത്തോടു കൂടി ഹാർബർ എഞ്ചിനീയറിങ്ങും അതുമാതിരി PWDയുടെയും 1 ടൈം വർക്കിലൊക്കെ റോഡുകൾ പണിയാനും പാലങ്ങൾ പണിയാനും തോടുകൾ പണിയാനും നേതൃത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ പേര് ബൈജു. ഞാൻ അന്നമനട ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത് അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ അന്നമനട സെൻറ്ററിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാലിശ്ശേരി
നോർത്ത് എന്ന പേരിലാണ് എൻ്റെ വാർഡ് അറിയപ്പെടുന്നത്. എൻ്റെ വാർഡിൽ അന്നമനട മഹാദേവ ക്ഷേത്രവും അതോടൊപ്പം തന്നെ അന്നമനട ക്രിസ്തുരാജ ദേവാലയവും സ്ഥിതി ചെയ്യുന്നു. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള അന്നമനട മഹാശിവരാത്രി മണപ്പുറം സ്ഥിതി ചെയ്യുന്നത് 11-ാം വാർഡിലാണ്. ഈ വാർഡിൽ അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ മിനി വ്യവസായ കേന്ദ്രം, അച്യുതമാരാർ വാദ്യകലാകേന്ദ്രം, VFCKയുടെ മാർക്കറ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈ വാർഡിലാണ്. ഈ വാർഡിൽ അന്നമനട ടെലിഫോൺ എക്സ്ചേഞ്ച്, അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏക പകൽ വീട്, അതോടൊപ്പം തന്നെ 2 അംഗൻവാടിയും ഒരു ഗ്രാമീണ വായനശാലയും സ്ഥിതി ചെയ്യുന്ന വാർഡാണ് അന്നമനട 11-ാം വാർഡ്. തൊഴിലുറപ്പ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ലിസി എന്ന വ്യക്തി മരിച്ചപ്പോൾ ലിസിയുടെ അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് ഏറെ മാതൃകമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ലിസി. അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ ഏകദേശം 3 പുതിയ മോട്ടോറുകൾ സ്ഥാപിച്ച് കനാലുകൾ ഭംഗിയാക്കി ഇപ്പോൾ അത് സുഗമമായി ജലസേചന സൗകര്യം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയോജനങ്ങളുടെ രംഗത്ത് പകൽ വീട് ഈ വാർഡിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വയോജനങ്ങൾക്ക് ഒത്തുചേരുവാനും അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും പകൽ വീട് നമുക്ക് ഏറെ ഉപകാരപ്രദമായി തീർന്നിട്ടുണ്ട്. നമ്മളുടെ കാർഷിക മേഖലയിലുള്ള ഇടപെടൽ മൂലം നമുക്ക് കൃഷിക്കാർക്ക് ഉന്നമനം നേടിക്കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ രംഗത്ത് കുടുംബശ്രീ CDS ഭാരവാഹികളുടെ പ്രവർത്തനം സ്ത്രീകളുടെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്ക് കാരണമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് കല്യാണിക്കുട്ടി സജീവൻ. പാലിശ്ശേരി ആണ് എൻ്റെ വാർഡ്, 12-ാം വാർഡ്. പാലിശ്ശേരി സൗത്ത് എന്നാണ് എൻ്റെ വാർഡിൻ്റെ പേര്. അന്നമനട പഞ്ചായത്തിൻ്റെ തെക്ക് വശത്തായിട്ടാണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. കുടിവെള്ള ക്ഷാമം വളരെ കുറവുള്ള ഒരു വാർഡാണ്. 3 ഇറിഗേഷൻ്റെ പമ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചാലക്കുടി പുഴ എൻ്റെ വാർഡിൻ്റെ കിഴക്ക് വശത്ത് കൂടിയാണ് ഒഴുകുന്നത്. റോഡുകൾ ടാറിങ് ചെയ്യാനായിട്ട് ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ 50-60 ലക്ഷത്തോളം രൂപയും അതുപോലെ ബ്ലോക്കിൻ്റെയും പഞ്ചായത്തിൻ്റെയും കൂടി ഏതാണ്ട് 1 കോടി രൂപയുടെ വികസനം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. SNDP ഹയർ സെക്കൻഡറി സ്കൂള് ഒരുപാട് പേര് പഠിച്ച് വളർന്ന നല്ലൊരു സ്ഥാപനമാണ്. NLP സ്കൂള് എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ 3 ക്ഷേത്രങ്ങൾ എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അധികം ഒന്നും ഇല്ലാത്തതാണ് ഒരു വാമന ക്ഷേത്രം എൻ്റെ വാർഡിൽ ഉണ്ട്. കണ്ണമ്പുഴ അമ്പലം, ശ്രീകൃഷ്ണ ക്ഷേത്രം, വടക്കിനിക്കാവ് ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ 2 കപ്പേളകൾ എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 2 അംഗനവാടികൾ എൻ്റെ വാർഡിലുണ്ട്. ഒരുപാട് കരകൗശല വിദ്യയും അതുപോലെ മറ്റ് കണ്ടുപിടുത്തങ്ങളും എല്ലാം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ ശാസ്ത്രജ്ഞൻ കൂടിയായ സന്തോഷ് മാഷ് എൻ്റെ അയൽവാസിയാണ്. മാഷെപ്പറ്റി ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ചിത്രകലാ അധ്യാപകനായിരുന്ന സന്തോഷ് മാസ്റ്ററുടെ വീടിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇന്ന് പരീക്ഷണശാലയാണ്. 1 വർഷമായി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി വികസിപ്പിച്ചെടുത്ത വെള്ളം ശുദ്ധീകരിക്കുന്ന സംവിധാനത്തിന്റെ വിജയത്തിലാണിപ്പോൾ മാസ്റ്റർ. കലങ്ങിയ വെള്ളം നിമിഷനേരത്തിനുള്ളിൽ ശുദ്ധമായ കുടിവെള്ളമാക്കാവുന്ന സന്തോഷ് മാസ്റ്ററുടെ ഈ സാങ്കേതികവിദ്യ കാണാനും അറിയാനും നിരവധി പേരാണ് എത്തുന്നത്. 18 റോഡുകൾ എൻ്റെ വാർഡിൽ ഇന്നുണ്ട്. അതിൽ 9 റോഡുകളും ഇപ്പോൾ ടാറിങ് കഴിഞ്ഞു. സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി പാസ്സാക്കുന്ന ഈ അവസരത്തിൽ ഒരുവിധം വാർഡിലെ എല്ലാ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കും പെൻഷൻ വാങ്ങി കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് KP ജോസഫ്, പൂത്തുശ്ശേരി, നമ്പർ 13. ഏകദേശം 420 കുടുംബങ്ങളുണ്ട്. അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അറ്റത്താണ് എൻ്റെ വാർഡ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയുടെ അവസാനമാണ് ഈ വാർഡ്. അവിടെ നിന്ന് എറണാകുളം ജില്ല ആരംഭിക്കുന്നു. പഴയ കൊച്ചി രാജ്യത്തിൻ്റെ അവസാനമാണ് ഈ വാർഡ്. തൊട്ടപ്പുറത്ത് തിരുവാങ്കൂറാണ്. കൃഷിക്കാരും ഇടത്തരം കൃഷിക്കാരും കർഷക തൊഴിലാളികളുമാണ് 80%. 20% ബാങ്കിങ് മേഖലയിലും വിദേശങ്ങളിലുമായിട്ട് ജോലി ചെയ്യുന്നു. ഏറ്റവും തൃശ്ശൂർ കോൾനിലങ്ങൾ കഴിഞ്ഞാൽ വ്യാപിച്ചു കിടക്കുന്ന മാള ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ കൃഷിസ്ഥലമാണ് കരിക്കാട്ടിച്ചാൽ എന്ന് പറയുന്ന ഈ പ്രദേശം. കൂടാതെ ഏറ്റവും വലിയ തണ്ണീർത്തടവുമാണ് ഈ പ്രദേശം. കാര്യമായ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊന്നും തന്നെ ഈ വാർഡിലില്ല. ഒരു ഹോമിയോ ഡിസ്പെൻസറിയും അംഗനവാടിയും ഒരു പോസ്റ്റ് ഓഫീസുമാണ്
ഗവൺമെൻറ് കെട്ടിടങ്ങളായിട്ട് ഈ പ്രദേശത്തുള്ളത്. മുമ്പ് പഴയകാലത്ത് സി അച്യുതമേനോൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആദ്യത്തെ LLB-കാരൻ ഈ വാർഡിൽ നിന്നാണ് ഉണ്ടായിരുന്നത്, ജോർജ് പറമ്പത്ത്. ധാരാളം കവുങ്ങും ജാതിയും തെങ്ങുമാണ് ഈ പ്രദേശത്തെ മൂല്യമായി ഇപ്പം നിലനിൽക്കുന്നത്. മുമ്പ് 3 പൂ കൃഷി ചെയ്തിരുന്ന ഈ സ്ഥലം കാർഷിക മേഖല ഇരുന്നതോടുകൂടി ഒരു പൂവിലേക്ക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ KK തോമസ്, അന്നമനട ഗ്രാമപഞ്ചായത്തിലെ കുമ്പിടി 14-ാം വാർഡ് മെമ്പർ. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 450ഓളം കുടുംബങ്ങളും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കർഷക ഗ്രാമമാണ്. കുമ്പിടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളും അതോടൊപ്പം തന്നെ അംഗൻവാടി കേന്ദ്രവും കുമ്പിടി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാർഷിക ഗ്രാമമായ കുമ്പിടിയെ ജലസമൃദ്ധിയിലേക്ക് നയിക്കുന്നത് ഒന്ന് വാർഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കുമ്പിടി പാരിക്കാപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമാണ്. വ്യത്യസ്തങ്ങളായ പച്ചക്കറി കൃഷികളുടെ ഒരു കേന്ദ്രമാണ് കുമ്പിടി. അതോടൊപ്പം തന്നെ ക്ഷീരമേഖലയെ സമ്പൽ സമൃദ്ധമാക്കുന്നതിനായി കുമ്പിടി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇവയെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ കുമ്പിടി കേന്ദ്രമാക്കി സീനിയർ വെറ്റിനറി സർജന്റെ കീഴിലുള്ള കുമ്പിടി മൃഗാസ്പത്രി സ്ഥിതി ചെയ്യുന്നു. വയോജനങ്ങളുടെ നല്ല പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമത്തിൽ നല്ലൊരു വയോജന ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നു. ഏറെ വർഷങ്ങൾ പഴക്കമുള്ള പാരിക്കാപ്പള്ളി ക്ഷേത്രം, കുമ്പിടി കരിമനക്കൽ ക്ഷേത്രം, കുമ്പിടി കളരിക്കൽ ക്ഷേത്രം, അതോടൊപ്പം തന്നെ കുമ്പിടി ചെറുപുഷ്പ ദേവാലയം, ഇങ്ങനെ 4ഓളം വരുന്ന ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ലഭ്യമായ പദ്ധതി വിഹിതവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും MLA-യുടെയും എല്ലാം ശ്രമഫലമായിട്ട് വിവിധ റോഡുകൾ പുനരുദ്ധാരണം നടത്തുന്നതിന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ജലസേചന സൗകര്യങ്ങൾ നിലവിലുള്ളതിനെ വർദ്ധിപ്പിക്കുന്നതിന് ഈ കാലയളവിൽ കഴിഞ്ഞു. കനാലുകളും അതോടൊപ്പം തന്നെ പൊതു കുളങ്ങൾ സംരക്ഷിക്കുക, ആവശ്യമായ രീതിയിൽ ഇവയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ നിലകളിലെല്ലാം കാര്യക്ഷമമായ പ്രവർത്തനം ഈ കാലയളവിൽ ചെയ്യാൻ കഴിഞ്ഞു. റോഡുകളാണെങ്കിൽ പുതുതായിട്ട് കിളിയനം വയൽമാക്ക എന്നൊരു പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് സാധിച്ചു. കൂടാതെ തന്നെ പദ്ധതി IAY ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് ഏകദേശം 16ഓളം വരുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. എൻ്റെ വാർഡിൻ്റെ പേര് എടയാറ്റൂർ എന്നാണ്. വാർഡ് 15. ഏകദേശം 450-475 അടുത്ത് വീടുകൾ തിങ്ങി താമസിക്കുന്നതും അതുപോലെ തന്നെ കൃഷിപ്പാടങ്ങൾ ഒത്തിരി ഉള്ള വാർഡും കൂടിയാണ്. ഒത്തിരി ജലസേചന പദ്ധതികൾ അവിടെ നടപ്പിലുണ്ട്. ആ ജലസേചന പദ്ധതികൾ ഉള്ളതുകൊണ്ട് ധാരാളം വെള്ളം സുലഭമായി ലഭിക്കുന്നുണ്ട്. എങ്കിലും കുടിവെള്ള പ്രശ്നം ഒരു പരിധിവരെ അവിടെ ജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അംഗൻവാടി മാത്രമേ പൊതുവായ ഒരു സ്ഥാപനമായിട്ട് എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുള്ളൂ. പുതുതായി ഒരു സ്നേഹാലയം ഓർഫനേജ് എൻ്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മൂലാട്ടുകുന്ന് ശ്മശാന റോഡ് രാജീവ് MP-യുടെ ഫണ്ടിൽ നിന്നും ലഭിച്ചു. അവിടേക്ക് ആ 15 ലക്ഷം രൂപയും അതിൻ്റെ പ്രവർത്തനവും നടന്നു കഴിഞ്ഞു. പഞ്ചായത്തിൽ നിന്നും ലിറ്റിൽ ഫ്ലവർ ചർച്ച് റോഡിന് 9 ലക്ഷം രൂപ ലഭിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ റോഡും ശരിയാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ MLA ഫണ്ടിൽ നിന്നും സ്നേഹാലയം ഓർഫനേജ് റോഡിന് 5 ലക്ഷവും രാജീവ് നഗർ റൗണ്ട് റോഡിന് 5 ലക്ഷവും ലഭിച്ചു. എൻ്റെ വാർഡിൽ 2 കലാകാരന്മാർ ഇപ്പോൾ ഉണ്ട്. ഒരാൾ പ്രമോദ്, TV ചാനലുകളിൽ കോമഡി രംഗത്ത് വളരെ പ്രശോഭിതമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിലുപരി ലക്ഷ്മി സുദർശൻ, ആ കുട്ടിക്ക് ഭരതനാട്യത്തിൽ ജില്ലാ തലത്തിലും പഞ്ചായത്ത് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടുവാനായിട്ട് സാധിച്ചു. ഇക്കഴിഞ്ഞ കേരളോത്സവത്തിൽ സ്റ്റേറ്റ് തലത്തിൽ ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം നേടി കേരളത്തെ പ്രതിനിധീകരിച്ച് പഞ്ചാബിലെ ലുധിയാനയിലെത്തിയ ലക്ഷ്മി സുദർശനൻ. ലക്ഷ്മി കേരളോത്സവത്തിൽ ആദ്യം പങ്കെടുക്കുകയാണോ? ആദ്യമായിട്ടാണ് കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കേരളോത്സവത്തിൽ ഏതൊക്കെ ഇനത്തിൽ പങ്കെടുത്തു? ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടിയാണ് മത്സരിച്ചത്. അതിൽ തൃശ്ശൂർ ജില്ല വരെ ഭരതനാട്യം കുച്ചിപ്പുടിയും ഫസ്റ്റ് ഉണ്ടായിരുന്നു. വയനാട് വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ്. അതിൽ ഭരതനാട്യം
1ാം സ്ഥാനമുണ്ട്. അങ്ങനെ നാഷണൽ ലെവലിലേക്ക് പോയത്. ആരാ ഗുരു ആരാ? ഗുരു RLV രാമകൃഷ്ണനാണ് എന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ആദ്യം പഠിപ്പിച്ചിരുന്നത് കലാമണ്ഡലം ഷീന എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. കേരളോത്സവത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഓരോ മേഖലയിലും വിജയിച്ച് ലുധിയാന വരെ നമ്മൾ ചെന്നു. എന്താണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഈ മത്സരത്തോടുള്ള അഭിപ്രായം? ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ബ്ലോക്ക് കളിച്ചപ്പോൾ അവിടെ ചിലർ പറയണ കേട്ടു ഇതിപ്പോൾ കേരളോത്സവം ഗവൺമെൻറ്റിന് നിർത്തേണ്ട ഒരു സംഗതിയാണ്. കാരണം ഒട്ടും കളിക്കാനും മത്സരിക്കാനും ആൾക്കാർ കുറവായിരുന്നു, പിന്നെ കാണികളായിട്ടും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കും തോന്നിയത് ശരിയാണ്. പക്ഷേ ജില്ലയിലെത്തിയപ്പോഴത്തേനും 21 പേരെ ഭരതനാട്യത്തിനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഫസ്റ്റ് കിട്ടി. സ്റ്റേറ്റിലെത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾ 14 ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയവർ ഭരതനാട്യം, അങ്ങനെ എല്ലാ ഐറ്റത്തിനും കഥക്ക്, ഒഡീസി, മണിപ്പൂരി വരെ എല്ലാ ഐറ്റത്തിനും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫസ്റ്റ് കിട്ടിയവരെല്ലാം നമ്മൾ നാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടുപോയപ്പോഴായാലും ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ഞങ്ങളെ കെയർ ചെയ്തവരായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമുക്ക് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇനി കിട്ടുമെന്നറിയില്ല, പഞ്ചാബ് വരെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞങ്ങൾക്ക് മാർക്ക് കിട്ടും. അതുപോലെ ഇനി ഭാവിയിലുള്ള അഡ്മിഷനായാലും എല്ലാത്തിനും ഉപകാരമാണ്. ഗവൺമെൻറ് നടത്തുന്ന നല്ലൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം. അന്നമട പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കീഴൂർ വാർഡ് മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൻ്റെയും കീഴൂർ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെയും അനുഗ്രഹ ആശിസ്സുകളോടെ കളിയാടുന്ന ഒരു പ്രദേശമാണ് കീഴടൂർ. ഭൂമിശാസ്ത്രപരമായി കരിപ്പത്തോട്, കോമാലിത്തോട്, കൊരട്ടിപ്പള്ളം, 77 ഏക്കർ വിസ്തൃതിയുള്ള കരിക്കാട്ടുചാൽ, ചിറയഞ്ചാൽ എന്നിവയുടെ സാമീപ്യം കൊണ്ട് ജലസമൃദ്ധിയും കാർഷിക സമൃദ്ധിയുമുള്ള പ്രദേശമാണ് കീഴടൂർ. പൊതുസ്ഥാപനങ്ങൾ എന്ന നിലയിലേക്ക് ഒരു അംഗനവാടിയും അതുപോലെ വില്ലേജ് ഓഫീസും ആണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന പി രാജീവ് MP-യുടെ ജന്മസ്ഥലമാണ് കീഴടൂർ. കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി 3 ലിഫ്റ്റ് ഇറിഗേഷനുകളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. കീഴടൂർ ലിഫ്റ്റ് ഇറിഗേഷൻ, അതുപോലെ പൈനാട്ടുകര ലിഫ്റ്റ് ഇറിഗേഷൻ, ചിറയഞ്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ. വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പഠിക്കാൻ മിടുക്കരായ എന്നാൽ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന 15 വിദ്യാർത്ഥികൾക്ക് കീഴടൂർ നിവാസികളായ സുമനസ്സുകളുടെ സഹായത്തോടുകൂടി പ്രതിഭാശ്രീ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന്, അതിന് ആരംഭം കുറിക്കുന്നതിന് നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിച്ചു. വാർഡിനകത്ത് 2 പാടശേഖര സമിതികളാണ് നിലവിലുള്ളത്. വെണ്ണിപ്പാടം സൗത്തും വെണ്ണിപ്പാടം നോർത്തും. വിവിധ കലാരൂപങ്ങളെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിന് കലാപരിചയം പോലുള്ള ക്യാമ്പുകൾ, കഥകളി, അതുപോലെ നാടൻ കലകൾ എന്നിവയുടെ ആസ്വാദന ക്ലാസ്സുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിന് സാധിച്ചു. രാജ്യസഭാ MP പി രാജീവിൻ്റെയും ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ MLA TN പ്രതാപിൻ്റെയും സഹായത്തോടുകൂടി 16-ാം വാർഡിനകത്ത് എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രതീക്ഷയിലാണ്. പട്ടികജാതി മേഖലയിൽ 100% ആളുകൾക്കും സമ്പൂർണ്ണ ഭവന പദ്ധതിയും അവർക്ക് ഒരു കേന്ദ്രം എന്ന നിലയിലേക്ക് കീഴൂർ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ വികസനത്തിനു വേണ്ടി പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയിൽപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിൽ ഹാൾ നവീകരിക്കുന്നതിനും അടുക്കള നിർമ്മാണവും അതുപോലെ 2ാം നില നിർമ്മിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. എൻ്റെ പേര് TK സതീശൻ. മേലടൂര് 17-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്നു. 2-3 കോളനികൾ, പുനരധിവാസ കോളനികൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ വാർഡിനോട് തൊട്ടു ചേർന്ന് തന്നെ ഇൻഫൻറ്റ് ജീസസ് ചർച്ചും അതോടൊപ്പം തന്നെ ശ്രീ മംഗലത്തുർക്കോവ് ക്ഷേത്രവും ശ്രീ ചങ്ങംകുളങ്ങര ക്ഷേത്രവും വർഷത്തിലൊരിക്കൽ ഒത്തുചേരുന്ന കളരി വീരഭദ്ര സ്വാമി ക്ഷേത്രവും ഉള്ള ഒരു പ്രദേശമാണ്. സ്ഥാപനങ്ങൾ എന്നുള്ളത് ഒരു ഫാമിലി വെൽഫെയർ സെൻറ്റർ ആണ്. അവിടെ ആ ഫാമിലി വെൽഫെയർ സെൻറ്റർ, ശോചനീയമായിരുന്ന ഫാമിലി വെൽഫെയർ സെൻറ്റർ, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആ നാട്ടുകാരൻ കൂടിയായ ബഹുമാനായ പി രാജീവ് MP അവരുടെ പ്രാദേശിക വികസന ഫണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് മനോഹരമായ ഒരു ഫാമിലി വെൽഫെയർ സെൻറ്റർ അവിടെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. മേലടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ, അതോടൊപ്പം തന്നെ ചർച്ച് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുണ്ട്. സാധാരണക്കാരായ ആളുകളുടെ പാർപ്പിട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രധാനമായും അവിടെ ജലസേചന പദ്ധതി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഒന്ന് ചിറയഞ്ചാൽ ജലസേചന പദ്ധതി, 2 ഒരു 75 HP-യുടെയും ഒരു 50 HP-യുടെയും 2 മോട്ടറുകൾ പ്രവർത്തിപ്പിച്ച് അവിടുത്തെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് സുലഭമായി വെള്ളം എത്തുന്ന ഒരു ജലസേചന പദ്ധതി അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഡിൽ പൂർണ്ണമായും കിട്ടാവുന്ന പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പഞ്ചായത്ത് ഫണ്ട് ചെലവഴിക്കപ്പെട്ട്
ഉള്ള ഒരു പൊറക്കുളം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ 3 ജലസേചന പദ്ധതികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഭാഗമായി അവിടെ കുടിവെള്ള ക്ഷാമവും ജലസേചന പദ്ധതിയും എല്ലാം പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് വാർഡ് എന്ന് പറയാവുന്ന മാള പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന 18ാം വാർഡ്, ആ വാർഡിൻ്റെ പേര് തന്നെ മലയാകുന്ന് എന്നാണ്. ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്താണ്. ഒരു പരിധി വരെ പരിഹാരം കാണാൻ ഇപ്പോൾ നിലവിൽ നമുക്ക് ശ്രമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും പരിഹരിക്കത്തക്ക നിലയിൽ ബഹുമാനായ ഈ നിയോജകമണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന TN പ്രതാപൻ MLA വഴി ജലനിധി പദ്ധതി, വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി മൾട്ടി GP പദ്ധതി കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഒരു പ്രധാന സ്ഥാപനം എന്ന് പറയാൻ MIL കൺട്രോൾ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ജപ്പാൻ കൊളാബറേഷനുമായി ബന്ധപ്പെട്ട കമ്പനി. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് കുറേയേറെ ആളുകൾക്ക് ജോലി ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ കഴിയാവുന്ന മേലൂർ ഇൻഫന്റ് ജീസസ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അതോടൊപ്പം തന്നെ അന്നപൂർണേശ്വരി അമ്പലമുണ്ട്. മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവുള്ളൊരു വാർഡാണ്. ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഈ മലയാകുന്ന് വാർഡ്. അവിടുത്തെ ഒരു ഇറിഗേഷൻ സ്കീമുള്ളത് തണ്ടാത്തിക്കുളം ലിഫ്റ്റ് ഇറിഗേഷനാണ്. അത് കണിച്ചാന്തര LA സ്കീമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വൈന്തലിൽ നിന്ന് പമ്പ് ചെയ്ത് തണ്ടാത്തിക്കുളത്തിൽ വന്നാൽ മാത്രമാണ് റീലിഫ്റ്റ് നടത്താൻ കഴിയുള്ളൂ. അപ്പം അതിൻ്റെ ചില പ്രാദേശിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയും അതിജീവിക്കത്തക്ക നിലയിലുള്ള അതിൻ്റെ നടപടികളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ശുദ്ധമായ പച്ചക്കറികൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി 1000 വീടുകളിൽ ജൈവ അടുക്കളത്തോട്ടം, പച്ചക്കറി അടുക്കളത്തോട്ടം എന്നുള്ളൊരു പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. അത് 20 ക്ലസ്റ്ററുകളായി ഓരോ വാർഡുകളിലും രൂപീകരിക്കപ്പെടുകയും വാർഡ് തലത്തിലുള്ള ക്ലസ്റ്റർ കമ്മിറ്റികൾ ഉണ്ടാക്കി പഞ്ചായത്ത് തലത്തിൽ അതിൻ്റെ സംഭരണ കേന്ദ്രം എടുത്തുകൊണ്ട് ഒരു വർഷം 200 ടൺ പച്ചക്കറി തികച്ചും രാസവളങ്ങളില്ലാത്ത, കീടനാശിനികളില്ലാത്ത ജൈവവളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ വർഷം നമ്മുടെ കാർഷിക മേഖലയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അന്നമടയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളൊന്നാണ് ചിറയഞ്ചാൽ പദ്ധതി എന്നുള്ളത്. ചിറയഞ്ചാൽ എന്നുള്ളത് ഏകദേശം 7.5 ഏക്കർ വിസ്തൃതിയുള്ള അന്നമടയിലെ ഏറ്റവും വലിയൊരു ജലാശയമാണ്. ആ ജലാശയം കെട്ടി സംരക്ഷിച്ച് ഒരു നീന്തൽക്കുളമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയും മത്സ്യകൃഷി നടത്തുന്നതിന് വേണ്ടിയും 1.5 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായ 1.1 പഞ്ചായത്ത് എന്നുള്ള സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിന് അതിനാവശ്യമായ ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പട്ടികജാതി ഫണ്ടുകൾ സുതാര്യമായി ചെലവഴിക്കപ്പെടുന്ന ഒരു പഞ്ചായത്താണ് അന്നമട ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ച് പട്ടികജാതി കോളനികളിൽ പഠന വീട് എന്നുള്ളൊരു ആശയം, പട്ടികജാതി കോളനികളിലൊക്കെ തന്നെ അധിവസിക്കപ്പെടുന്ന ആളുകൾ അവരുടെ രക്ഷകർത്താക്കളെല്ലാം ജോലിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് തങ്ങളുടെ കുട്ടികൾ, പെൺകുട്ടികളൊക്കെ തന്നെ ആശങ്കയുടെ ഒരു കാലമാണ്. ആ കുട്ടികൾക്ക് ഒരു പഠന കേന്ദ്രം ഒരുക്കി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പഠന കേന്ദ്രം ഉണ്ടാക്കി പഠന വീട് എന്നുള്ള ആശയം നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളിലൂടെ മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം വികസനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ചരിതാർത്ഥം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് പ്രത്യേകം ഈ അവസരത്തിൽ പറയുകയാണ്.